വൺസ് അഗെയിൻ മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ജീവിതത്തിൽ വിജയിക്കണം എന്ന് ഉറപ്പുള്ള ആൾ, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, എന്തെങ്കിലും ഒന്ന് മാറണം, ഒരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാവണം, ഒരു അർത്ഥമുള്ള അർത്ഥസമ്പൂർണമായ ഒരു ജീവിതം വേണം, അതല്ലെങ്കിൽ ഇന്നത്തെ അവസ്ഥയിൽ നിന്നും 100% ഒരു മാറ്റം വേണം എന്ന് ഉറപ്പുള്ള ആൾക്കാർ ഒന്ന് ടൈപ്പ് ചെയ്ത്, യെസ് ടൈപ്പ് ചെയ്ത്. എനിക്ക് മാറണം, ഐ വാണ്ട് ടു ചേഞ്ച്, ഐ വാണ്ട് ടു ഗോ ന്യൂ ഡയറക്ഷൻ എന്നുള്ള ആളുകൾ മാത്രം ഒന്ന് ടൈപ്പ് ചെയ്ത്. ഓക്കെ, ഈ ടൈപ്പ് ചെയ്ത ആൾക്കാരൊക്കെ പറയുന്നത് അവസാനം വരെ കേട്ടിരിക്കണം, അവസാനം വരെ കേട്ടിരിക്കണം. ഇതിൽ പറയുന്ന ഒരു വരി പോലും ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അതേപോലെ തന്നെ ഒന്ന് രണ്ടാൾ സംസാരിച്ചു എന്താണ് അവരുടെ പ്രതീക്ഷ എന്നുമായി ബന്ധപ്പെട്ട്. കാരണം നമ്മൾ ഒത്തിരി ആൾക്കാരോട് സംസാരിക്കുകയാണെങ്കിൽ ഇന്ന് സെഷൻസ് ഒരുപാട് നീണ്ടുപോകും. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ സെഷനിലോട്ട് നേരിട്ട് കടക്കുകയാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ക്ലാസ്സിൽ നിങ്ങളെ പ്രശ്നത്തിലുള്ള ഉത്തരമുണ്ടാവും. നിങ്ങൾ എന്താണോ തേടുന്നത് അതിന്റെ ഉത്തരം തീർച്ചയായിട്ടും ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക, ഒരിക്കലും തിരക്ക് പിടിക്കാതിരിക്കുക. തിരക്ക് പിടിച്ചിട്ട് പെട്ടെന്ന് സാറേ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോ എന്ന് പറയാതിരിക്കുക. കാരണം നമ്മുടെ ജീവിതം മാറി മറിയും എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, യാതൊരു സംശയവുമില്ല. അപ്പോ നമുക്കറിയാം, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ജീവിതം എന്ന് പറയുന്നത് സർവ രീതിയിലുമുള്ള ഐശ്വര്യത്തെയാണ് ആഗ്രഹിക്കുന്നത്. ഉദാഹരണമായിട്ട് നല്ല ആരോഗ്യം ഉണ്ടാവണം, നല്ല കുടുംബജീവിതം ഉണ്ടാവണം, നല്ല സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടാവണം, സമൂഹത്തിനിടയിൽ നല്ല നിലയും വിലയും ഉണ്ടാവണം, മനുഷ്യർക്കിടയിൽ ഒരു ഉന്നതമായ സ്ഥാനം ഉണ്ടാവണം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്നത് സാമ്പത്തികമായിട്ടൊരു അഭിവൃദ്ധി ഉണ്ടാവണം, പണം കൈകളിൽ നിറയണം. സാറേ, ഒരുപാട് കടങ്ങളുണ്ട്, കടങ്ങൾ കൊണ്ട് നീറിപ്പുകയുകയാണ്, അതിൽ നിന്ന് രക്ഷപ്പെടണം. അതേപോലെ തന്നെ മക്കൾ അങ്ങനെ, ഭാര്യ ഇങ്ങനെ, ഭർത്താവ് ഇങ്ങനെ, കുടുംബം അങ്ങനെ, അതുപോലെ ചില അസുഖങ്ങൾ, ആരോഗ്യകരമായ ഇഷ്യൂസ്, ഇങ്ങനെ ഒത്തിരി ഇഷ്യൂസുകളുള്ള ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ ഒരു കാര്യം പറയുന്നു, നിങ്ങൾക്ക് ഹാപ്പി പാർക്കിന്റെ കൂടെയുള്ള ഈ യാത്രയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഞാൻ പറയും, ഈ ഒരു കൂട്ടായ്മയുടെ കൂടെ നിങ്ങൾ സഞ്ചരിക്കുക. ഇന്നത്തെ ക്ലാസ് ഒക്കെ നിങ്ങൾ മുഴുവനായിട്ട് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോന്നാണ് ഹാപ്പി പാർക്ക് നിങ്ങൾക്ക് നൽകുന്നത് എന്ന്. മുഴുവനായിട്ട് കേൾക്കണം, മുഴുവനായിട്ട് കേൾക്കണം. അപ്പോ നമ്മളൊക്കെ കേട്ട് കാണും, ജീവിതത്തിൽ വിജയിക്കാം, ചിന്തകൾ മാറ്റിയാൽ വിജയിക്കാം, പുരോഗതി ഉണ്ടാവും. ജീവിതം എന്ന് പറയുന്നത് എന്താ പറയാ, നീ ഒരു കാര്യം തീരുമാനിച്ചാൽ നിനക്ക് വേണ്ടി പ്രപഞ്ചം ഗൂഢാലോചന നടത്തും, നീ ഒരു കാര്യത്തിൽ തുരിഞ്ഞിറങ്ങിയ, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു മലയോട് നീ ആ മലയോടൊന്ന് മാറി നിൽക്കൂ എന്ന് പറഞ്ഞാൽ ആ മല മാറി നിൽക്കും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് മോട്ടിവേഷൻസുകൾ, ഒരുപാട് ട്രെയിനിങ്ങുകൾ, ഒരുപാട് ആഴത്തിലുള്ള ചിന്തകളൊക്കെ നമ്മൾ കേട്ടവരാണ്. പക്ഷേ എന്തുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് മാറ്റം ഉണ്ടാകുന്നില്ല? ഇനി ഉണ്ടാകുന്നില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്നില്ല എന്ന് വെറുതെ പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല. മാറ്റം ഉണ്ടാക്കണം. അതിനെന്താണ് ചെയ്യേണ്ടത് എന്നതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഉദാഹരണമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ പറയാണ്, സാറേ എന്താ പറയാ, മലയോട് ഒന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞാൽ മല മാറും, അത്രയും പവർ ഉണ്ട് നിങ്ങൾക്ക് എന്ന് ഒരാൾ പറഞ്ഞു നിൽക്കുക. അത് കേൾക്കുന്ന സമയത്ത് ഒരു വിഭാഗം ആൾക്കാർ പറയാണ്, ഇതൊക്കെ ഒരു മോട്ടിവേഷന് വേണ്ടി പറയുന്നതാകുന്നു, ഇതൊരു അസംബദ്ധമായ വേർഡാകുന്നു. ഒരിക്കലും ഒരു മലയോട് നമ്മൾ അങ്ങ് മാറിക്കോ എന്ന് പറഞ്ഞാൽ ഒരു മല അങ്ങ് മാറി നിൽക്കുന്ന പരിപാടിയൊന്നുമില്ല. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇതൊക്കെ ഫൂളിഷ്നെസ് ആകുന്നു, വിഡ്ഢിത്തമാകുന്നു. അതുകൊണ്ട് ആ രൂപത്തിലുള്ള വർത്തമാനം കേൾക്കാനും പോവണ്ട, ആ രൂപത്തിലുള്ള കാര്യങ്ങളോട് ചിന്തിക്കാനും പോകണ്ട. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് ഒരു വിഭാഗം ആൾക്കാർ ചിന്തിക്കുന്നു. മനസ്സിലായില്ലേ? അതായത്
അങ്ങനെ ഒരു മല നീക്കുന്ന കാര്യം അതൊക്കെ വെറും അസംബന്ധമാകുന്നു, അങ്ങോട്ട് ചിന്തിക്കണ്ട എന്നൊരു വിഭാഗം ചിന്തിക്കും. സത്യത്തിൽ എന്താ ചോദിക്കുകയാണെങ്കിൽ, ഒരു മല നീക്കണം, മലയെ മാറി നിൽക്കണം എന്ന് കേവലമായ ഒരു ആഗ്രഹം, ആ ആഗ്രഹത്തെ കുറിച്ചല്ല ഞാൻ അവിടെ പറയുന്നത്. ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു വാക്ക് കേൾക്കുമ്പോഴേക്കും അയാളുടെ മനസ്സിന്റെ ഉള്ളിൽ വിരിഞ്ഞു വരുന്ന ചിന്തകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നടക്കാൻ പോകുന്നില്ല, ഇതൊക്കെ അസംബന്ധമാകുന്നു. അപ്പോ ഈ രൂപത്തിൽ ഒരു മനുഷ്യൻ അയാളുടെ മനസ്സിൽ ചിന്തിക്കുന്ന സമയത്ത് അയാളുടെ ഉള്ളിൽ യഥാർത്ഥത്തിലുള്ള പവറിന്, വിശ്വാസത്തിന് എതിരായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. അതായത് ഞാൻ കുറെ ആഴത്തിലോട്ട് പോകും. സത്യസന്ധമായി പറഞ്ഞാൽ നമുക്കറിയാം, ഒരു കാര്യം ആഗ്രഹിച്ചു, എനിക്കൊരു വീടുണ്ടാവണം, എനിക്കൊരു പ്രോപ്പർട്ടി ഉണ്ടാവണം, എനിക്കൊരു നല്ല നേതാവണം, എനിക്ക് ഇലക്ഷൻ വിജയിക്കണം എന്നൊക്കെ കേവലമായ ഒരു ആഗ്രഹം മാത്രമുണ്ടായത് കൊണ്ട് ഒരുപക്ഷെ നമുക്കറിയാം അത് നടന്നോളണമെന്നില്ല, സംശയമൊന്നുമില്ല. കേവലം ഒരു ആഗ്രഹം മാത്രം ഉണ്ടായത് കൊണ്ട് ഒരുപക്ഷെ അത് നടന്നോളന്നില്ല. പക്ഷെ ആഗ്രഹത്തിന്റെ കൂടെ ഒരു വിശ്വാസവും ഒരു ആറ്റിറ്റ്യൂഡും നമ്മൾ കൂട്ടിക്കലർത്തുകയാണെങ്കിൽ ഉറപ്പാണ് മല അവിടുന്ന് മാറും. മലയെ നീക്കാൻ പറ്റും. മനസ്സിലായോ? ആഗ്രഹവും അതിൻ്റെ കൂടെ വിശ്വാസവും ഒരു പോസിറ്റീവായ ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മല അവിടുന്ന് മാറും. അപ്പൊ ഒരു കാര്യം ഇപ്പൊ ഞാനങ്ങനെ ആലോചിക്കാറുണ്ട്, ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ വലിയ പാറക്കെട്ടുകളൊക്കെ നമ്മൾ കണ്ടിരുന്നു, വലിയ പാറക്കെട്ടുകളൊക്കെ. അപ്പൊ ആ പാറക്കെട്ടുകളെ നോക്കിയിട്ട് നമ്മളിങ്ങനെ ചിന്തിക്കും, എന്തോ ഇത്രയോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാറക്കെട്ടുകൾ. പക്ഷെ അത് അവിടുന്ന് മാറണം എന്ന ഒരു അവസ്ഥ വന്നപ്പോൾ അതൊക്കെ തുരന്ന് റോഡുകൾ വന്ന് നമ്മൾ കണ്ടു. ഞാൻ പറയുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, കേവലം ആഗ്രഹത്തിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് നല്ലൊരു വീടുണ്ടാവണം, നിങ്ങൾക്ക് ബാധ്യതകൾ തീരണം, നിങ്ങളെ പ്രോപ്പർട്ടിയൊക്കെ വിറ്റുപോകണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രോപ്പർട്ടി വാങ്ങണം എന്ന ആഗ്രഹത്തിനപ്പുറം നമ്മുടെ ഉള്ളിൽ ഒരു വിശ്വാസവും ഒരു ആറ്റിറ്റ്യൂഡും ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമല്ല. എന്തുകൊണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരാൾ അങ്ങനെ മനസ്സറിഞ്ഞുകൊണ്ട് എനിക്ക് വിജയിക്കണം, എനിക്കത് നേടണം, എനിക്ക് കഴിയും എന്ന ആഗ്രഹത്തിനപ്പുറം ഒരു വിശ്വാസം വെച്ച് പുലർത്തുവാനുള്ള ശക്തിയും ഊർജവും നൽകപ്പെടുന്നത്. ഐ റിപ്പീറ്റ്, മൈ ഡിയർ ഫ്രണ്ട്സ്, കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ? ഒന്ന് ടൈപ്പ് ചെയ്തേ. കേൾക്കാമോ? ക്യാൻ യു ഹിയർ? കേൾക്കാം. ശരി. അപ്പോ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഓക്കെ, ഒന്ന് ടൈപ്പ് ചെയ്തേ. കുറച്ച് ആൾക്കാർ ടൈപ്പ് ചെയ്തേ. കേൾക്കാമോ? പ്ലീസ് ടൈപ്പ് എസ് ഓർ നോ. പ്ലീസ് ടൈപ്പ് എസ് ഓർ നോ. ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. ഓക്കെ ഓക്കെ, വളരെ വളരെ സന്തോഷം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പൊ കേൾക്കുന്നില്ല, കാണുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല. ഇപ്പൊ കേൾക്കാം, കാണാം, ശരി. ഇനി ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ക്ലാസ് ഒരിക്കലും മിസ് ചെയ്യരുത്, മുഴുവനായിട്ട് കേട്ടേ പോകാവൂ.
മുഴുവനായിട്ട് കേട്ടേ പോകാവൂ. ആരും കുറെ ആൾക്കാർ കേൾക്കുന്നില്ല എന്ന് ടൈപ്പ് ചെയ്യുന്നു. കേൾക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. മുഴുവനായിട്ട് കേൾക്കണം ഇന്നത്തെ ക്ലാസ്. കേൾക്കാമോ മാഡി ഫ്രണ്ട്സ്? ഒന്ന് സംസാരിച്ചേ. ആദ്യം കേൾക്കുന്നില്ലായിരുന്നു. അപ്പോ നമ്മൾ പറഞ്ഞു വന്നെന്താ ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ പറഞ്ഞ വിഷയം എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമുക്ക് കേവലം ആഗ്രഹത്തിനപ്പുറത്തേക്ക് നമ്മുടെ ഉള്ളിൽ ഒരു വിശ്വാസവും ഒരു ആറ്റിറ്റ്യൂഡും കൂടി ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ നമുക്ക് വിജയിക്കുവാനുള്ള കഴിവും ഊർജവും ലഭിക്കുകയുള്ളൂ. അതായത് നമ്മുടെ വിശ്വാസത്തിന്റെയും നമ്മുടെ മനോഭാവത്തിന്റെയും ബേസിലാകുന്നു നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ നമുക്ക് അനുകൂലമായി മാറുന്നത്. കേവലം ആഗ്രഹങ്ങൾ കൊണ്ടല്ല. എനിക്ക് ഇന്ന കാര്യം നേടിയെടുക്കണം, എനിക്കൊരു 5000 സ്ക്വയർ ഫീറ്റിന്റെ വീടുണ്ടാക്കണം, എനിക്ക് ജീവിതത്തിൽ സമ്പന്നനാവണം, എനിക്ക് സമൃദ്ധമായ ഒരു ജീവിതം ഉണ്ടാവണം എന്ന് ഒരാൾ ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ അതിനുള്ളൊരു മാനസികാവസ്ഥയും ഒരു വിശ്വാസവും ഒരു കരുത്തും, അതിനാണ് ഈ ട്രെയിനിങ്ങുകളൊക്കെ. അങ്ങനെ അവന്റെ ഉള്ളിൽ പടുത്തുയർത്തുമ്പോൾ മാത്രമാകുന്നു അങ്ങനെ ഒരു കാര്യം നേടിയെടുക്കുവാനുള്ള കഴിവ് അയാൾക്ക് നൽകപ്പെടുകയുള്ളൂ. എന്ന് മാത്രമല്ല, അയാൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ അയാൾക്ക് ചുറ്റും ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ. ഒരുപാട് ആൾക്കാരുണ്ട്, എന്താ ചോദിക്കുകയാണെങ്കിൽ എന്താ പറയാ, ഒരുപാട് ആഗ്രഹമുണ്ട്, വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഈ കേവലം ആഗ്രഹം മാത്രമേ ഉള്ളൂ. ജസ്റ്റ് വിഷസ്. അതിനപ്പുറത്തേക്ക് ഉള്ള ഒരു വിശ്വാസമോ ഒരു ആറ്റിറ്റ്യൂഡോ ഒരു മനോഭാവമോ ഇതൊന്നും ഇവർക്കില്ല. കേവലം ആഗ്രഹം മാത്രം. എനിക്ക് വിജയിക്കണം, ജസ്റ്റ് ഒരു മലർക്കടിക്കാരന്റെ സ്വപ്നം പോലെ. അപ്പൊ എന്ത് ചെയ്യും ചോദിക്കുകയാണെങ്കിൽ, ആ ഒരു അവസ്ഥയിലൂടെ അവർ മുന്നോട്ട് കടന്നു പോകുമ്പോൾ അവർക്ക് സംഭവിക്കുന്നത് ഒരു ആവറേജ് ജീവിതം അവർക്ക് കിട്ടും, ഒരു ശരാശരി ജീവിതം. കാരണം അവര് കിട്ടി, വലിയ വിശ്വാസമൊന്നുമില്ല, ഒരാഗ്രഹം മാത്രം. മനസ്സിലായില്ലേ? പക്ഷെ മഹാഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെയാണ്. അവർക്ക് ഒരിക്കലും തങ്ങൾ ഒരു ഉന്നതമായ അവസ്ഥയിൽ എത്തുമെന്നതിനെ കുറിച്ച് യാതൊരു ഉറപ്പില്ല. മനസ്സിലായി? അങ്ങനെ അവർക്ക് ഉന്നതമായ അവസ്ഥയിൽ എത്തുമെന്ന് ഒരു ഉള്ളിൽ ഒരു ഉറച്ച വിശ്വാസമോ ഒരു ആറ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ ആ രൂപത്തിലേക്ക് പോകണമെന്നതിനെ കുറിച്ച് ശക്തമായൊരു ത്വരയോ ഇല്ലാതെ വരുമ്പോൾ അവർക്ക് ഉന്നതമായ സ്ഥാനത്ത് എത്തുവാനുള്ള കഴിവുകൾ നൽകപ്പെടുകയില്ല. മനസ്സിലായില്ല? അപ്പൊ നമുക്ക് കഴിവുകൾ നൽകപ്പെടുന്നത് നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാകുന്നു. അങ്ങനെ ഒരു വിശ്വാസം എനിക്കില്ലെങ്കിൽ ഒരു പുസ്തകം എഴുതണം എന്നത് ഒരു കേവലം ആഗ്രഹത്തിനപ്പുറം ഞാൻ മെനക്കെട്ടാൽ അത് നടക്കും എന്ന് നിരന്തരമായി പറഞ്ഞ് എന്റെ ഉള്ളിൽ ഒരു വിശ്വാസം ഞാൻ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോഴാണ് എനിക്ക് പുസ്തകം എഴുതുവാനുള്ള കഴിവുകൾ നൽകപ്പെടുന്നത്. അല്ലാത്തിടത്തോളം കാലം അതിനുള്ള കഴിവുകൾ എനിക്ക് നൽകപ്പെടുകയില്ല. അതിന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് നടക്കോ ഇല്ല എന്ന് ഉറപ്പില്ല. ഈ ലെവലാകുമ്പോൾ ഒരിക്കലും അതിനുള്ള കഴിവുകൾ നൽകപ്പെടുകയില്ല. മൈ ഡിയർ ഫ്രണ്ട്സ്, എന്റെ വോയിസ് സ്റ്റക്ക് ആവുന്നുണ്ടോ? കേൾക്കാമോ? ഒന്ന് ടൈപ്പ് ചെയ്തേ. ക്ലിയർ അല്ലേ? എന്റെ വോയിസ് സ്റ്റക്ക് ആവുന്നുണ്ടോ? ക്ലിയർ ആണ്. സന്തോഷം. ശരി. അപ്പൊ ഒരാള് തനിക്കിതിന് പറ്റുമോ ഇല്ലേ എന്ന് ഡൗട്ട് അടിക്കുമ്പോൾ അയാൾക്ക് അതിനുള്ള കഴിവുകൾ നൽകപ്പെടുന്നില്ല. ഞാൻ നോക്കട്ടെ എന്ന് പറയുമ്പോഴേണ് അതിൽ കഴിവുകൾ നൽകപ്പെടാൻ തുടങ്ങുകയുള്ളൂ. വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ ആ വിഷയത്തിൽ എനിക്ക് പറ്റും, ഞാനൊന്ന് നോക്കട്ടെ എന്ന ഒരു മനസ്ഥിതി വെച്ചുകൊണ്ട് ആഗ്രഹത്തിനും അപ്പുറം പതുക്കെ വിശ്വാസം ഡെവലപ്പ് ചെയ്തു വരുന്ന ആൾക്കാർ വളരെ കുറഞ്ഞ ആൾക്കാരാണ്. അവരാവട്ടെ ഉന്നതമായ അവസ്ഥയിലോട്ട് വളരെ 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 എളുപ്പത്തിൽ എത്തിപ്പെടുകയും ചെയ്യും. അവർ വിജയിച്ച ആൾക്കാരെ നിരീക്ഷിക്കും, അവർ വിജയത്തിൽ നിന്നും പഠിക്കും, അവർ ശരിക്കും നിർദ്ദേശങ്ങളും കാര്യങ്ങളും അവർ അനുസരിക്കും, നല്ല ഗുണങ്ങളെ അവർ കോപ്പി ചെയ്യും. ഇപ്പോ ഹാപ്പി പാർക്കിനെ പോലുള്ള ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളെ കുറിച്ച് കേൾക്കുമ്പോൾ ഇതൊന്നും ഇപ്പൊ നടക്കുന്ന കാര്യമല്ലേ എന്ന് പറഞ്ഞ് ഒഴിവാക്കില്ല.
എന്തുവാണ് ഞാൻ ഈ കേൾക്കുന്നത്? വിജയവും പരാജയവും അവനവന്റെ ഉള്ളിലുള്ള കാഴ്ചപ്പാടിന്റെയും വിശ്വാസത്തിന്റെയും അടിസ്ഥാനത്തിലാകുന്നു. ഒരാൾക്ക് തന്റെ ഉള്ളിൽ ഈ വിശ്വാസത്തെ ഡെവലപ്പ് ചെയ്യുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും അയാൾക്ക് അതിനുള്ള കഴിവുകൾ നൽകപ്പെടുകയില്ല. കഴിവുകൾ നൽകപ്പെടുകയില്ല. മനസ്സിലായില്ലേ? അതായത് ഒരാൾ എനിക്കത് ചെയ്യുവാൻ കഴിയും എന്ന് വിശ്വസിക്കുമ്പോഴാകുന്നു അതിനുള്ള കഴിവുകൾ നൽകപ്പെടുക. ഞാൻ എൻ്റെ പുസ്തകത്തിന്റെ കാര്യം പറഞ്ഞു. ഇനി എന്താവട്ടെ, എന്ത് കാര്യമാവട്ടെ, നമ്മുടെ ലൈഫിൽ ഏതൊരു കാര്യമാവട്ടെ, അത് എനിക്ക് പറ്റുമെന്നുള്ള ഒരു വിശ്വാസം പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്തെടുക്കണം. അതിനാണ് ഈ ട്രെയിനിങ്ങുകളിലൊക്കെ പങ്കെടുക്കണം, ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ കേൾക്കണം. മോട്ടിവേഷൻ പുറത്തു നിന്ന് വരേണ്ടതല്ല, ഉള്ളിൽ നിന്നുള്ള ഇൻസ്പിരേഷൻസുകൾ സ്വീകരിക്കുവാൻ സന്നദ്ധമാവണം. അതിനൊന്ന് തലവെച്ചു കൊടുക്കണം എന്നൊക്കെ പറയുവാനുള്ള കാരണം അതാകുന്നു. മനസ്സിലായോ? കാരണം മനുഷ്യൻ ഈ വിശ്വാസം ഡെവലപ്മെന്റ് ചെയ്തെടുക്കുമ്പോൾ മനുഷ്യന് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വിചാരിച്ച ഒരുപാട് മലകൾ ഇപ്പോൾ മാറി. എന്തുകൊണ്ട് മാറി? ഈ പറയപ്പെട്ട മനുഷ്യന്റെ കാഴ്ചപ്പാട് മാറിയപ്പോൾ, ചിന്താഗതി മാറിയപ്പോൾ. മലകൾ മാത്രമല്ല, മലകൾ മാറ്റാൻ നമ്മൾക്ക് ഒരു കണക്കിന് ഒരു 100 വർഷം മുമ്പ് ഒരു മല തുരക്കാൻ അല്ലെങ്കിൽ ഒരു മല പൊടിക്കാൻ ഒരുപാട് കാലം എടുക്കേണ്ടിയിരുന്നു. ഒരു ബോംബിട്ടാൽ ഒരു സെക്കൻഡ് കൊണ്ട് ഇപ്പോൾ തവിട്ട് പൊടി. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് മല മാത്രമല്ല, മലക്ക് അപ്പുറത്തുള്ള കാര്യങ്ങൾ ബഹിരാകാശത്തോട് യാത്ര ചെയ്യുവാൻ സാധിക്കുന്നു. വിദൂരത്തുള്ള ആളുകൾ പരസ്പരം കണ്ട് സംസാരിക്കുവാൻ സാധിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടായിരിക്കുന്നു. ഞാൻ പറയുന്നത് എന്റെ സഹോദരന്മാരെ, ഒരു മല മാറ്റുന്നതിനേക്കാളും വലുതല്ലേ ബഹിരാകാശത്തൂടെ മനുഷ്യൻ നടക്കുക എന്ന് പറയുന്നത്? മനസ്സിലായോ? അതിന്റെ ഒരു സാധ്യത ഒരാൾ മനുഷ്യന്റെ മനസ്സിൽ അതിന്റെ ഒരു സാധ്യതയെ നിരന്തരം ചിന്തിച്ച് അതൊരു വിശ്വാസമായി ഡെവലപ്പ് ചെയ്തപ്പോഴാകുന്നു ബഹിരാകാശത്തോട് പോകുവാനും അവിടെ സ്പേസ് ഉണ്ടാക്കുവാനും അവിടെ നടക്കുവാനുമുള്ള കഴിവുകൾ മനുഷ്യന് ലഭിച്ചത്. മനസ്സിലായോ? അങ്ങനെ ഒരു വിശ്വാസം ഉള്ളിൽ ഡെവലപ്മെന്റ് ചെയ്തപ്പോഴാകുന്നു. വയനാട് തുരങ്കപാത, വയനാട് തുരങ്കപാതയെ കുറിച്ച് ഒരു 10-50 വർഷം മുമ്പൊക്കെ ഇങ്ങനെ അത് നടക്കുവോ, എന്തുവാ? അങ്ങനെ ഒരു പദ്ധതിയുമായിട്ട് ഒരു വിശ്വാസം ഡെവലപ്മെന്റ് ചെയ്തപ്പോഴാണ് ഒരു തുരങ്കപാത എന്താ പറയുക, ഭൂമി തുറന്നുകൊണ്ട് മല തുറന്നുകൊണ്ട് ഈസി ആയിട്ട് ചുരം റിക്കവർ ചെയ്തുകൊണ്ട് പോകുവാനുള്ള ഒരു സാധ്യത കിട്ടിയത്. പ്രിയപ്പെട്ടവരെ, മനസ്സിലായില്ലേ? 400-500 വർഷങ്ങൾക്ക് മുമ്പ് താജ്മഹൽ എന്ന് പറയുന്ന പ്രണയ കുടീരമുണ്ടായത്. എന്തുവാ ഉണ്ടായത്? ലോകത്ത് 7 മഹാത്ഭുതങ്ങൾ ഒന്നാകുന്നു താജ്മഹൽ. ഈ താജ്മഹൽ അക്കാലത്ത് ഉണ്ടാകുവാനുള്ള കാരണം ആ ആളുകളുടെ മനസ്സിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസം ഡെവലപ്പ് ചെയ്തപ്പോഴാണ്. അങ്ങനെ ഒന്ന് ഉണ്ടാക്കണം, എനിക്ക് അല്ല എന്താ പറയാ, നമുക്ക് അങ്ങനെ ഒന്ന് ഉണ്ടാക്കണം, നിർമ്മിക്കണം, ലോകത്തിന് മനോഹരമായ ഒരു സന്ദേശം നൽകണം എന്ന ഒരു ചിന്ത നിരന്തരമായി കൊടുത്തപ്പോൾ അത് ഉണ്ടാക്കാൻ സാധിക്കുമല്ലോ എന്നൊരു വിശ്വാസം ഡെവലപ്പ് ചെയ്തപ്പോഴല്ലേ താജ്മഹൽ ഉണ്ടായത്. യെസ് ഓർ നോ? ഒന്ന് ടൈപ്പ് ചെയ്ത്. അങ്ങനെയല്ലേ താജ്മഹൽ ഉണ്ടായത്? 500 വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോഴല്ല, 500 വർഷങ്ങൾക്ക് മുമ്പ് താജ്മഹൽ ഉണ്ടായത് ആ ഒരു വിശ്വാസം ഡെവലപ്പ് ചെയ്തപ്പോഴാണ്. 1 കിലോമീറ്ററോളം നീളമുള്ള ബുർജ് ഖലീഫ ഉണ്ടായത് എങ്ങനെയാണ്? 1 കിലോമീറ്ററോളം നീളമുള്ള ബുർജ് ഖലീഫ ഉണ്ടായത് എങ്ങനെയാകുന്നു? ആഗ്രഹം കൊണ്ടല്ല. ഈ ആഗ്രഹത്തിനുമപ്പുറം ഒരു വിശ്വാസം ഡെവലപ്മെന്റ് ചെയ്തു. ഇപ്പൊ നമ്മൾ കേൾക്കുന്നു സൗദിയിൽ 350 മീറ്റർ, അതായത് 1/4 കിലോമീറ്ററിന് മുകളിൽ, 1/4 കിലോമീറ്റർ 250 മീറ്ററാണ്, 350 മീറ്റർ മുകളിൽ ഒരു മനോഹരമായ സ്റ്റേഡിയം ഉണ്ടാക്കിയിട്ട് ഈ സ്റ്റേഡിയത്തിൽ വേൾഡ് കപ്പ് കളിക്കുന്നതിനെ കുറിച്ചാണ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് 350 മീറ്റർ ഭൂമിയിൽ നിന്നും ഉയരത്തിലുള്ള ഒരു പ്രതലത്തിൽ വലിയ ഒരു മൈതാനം ഉണ്ടാക്കിയിട്ട് ആയിരക്കണക്കിന് ആളുകൾ, 10,000-കണക്കിന് ആളുകൾ ഒരേ സമയത്ത് കളി കണ്ട്
അത് ആസ്വദിച്ച് എവിടുന്നാ കാണുന്ന ഭൂമിക്ക് മുകളിൽ അതൊരു വല്ലാത്ത ഫീലിംഗ് ആണ്. മനസ്സിലായി? ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതൊന്ന് പോയിട്ട് നേരിട്ട് അനുഭവിക്കാൻ. 2034 35 ഇനി അടുത്ത ലോകകപ്പ് സൗദി വരുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നു അതൊന്ന് പോയി അതിലൊന്ന് അനുഭവിക്കണം. ഇപ്പം തന്നെ എന്റെ മനസ്സിനെ കുറിച്ചിട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ പറയുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, അതൊരാഗ്രഹം അല്ല, അത് ആഗ്രഹം പതുക്കെ 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 വിശ്വാസമായി മാറിയപ്പോഴാകുന്നു. അതാണ് പറയുന്നത്, നീ വിശ്വസിക്കുന്നുവെങ്കിൽ നിനക്ക് മലയെ മാറ്റുവാൻ സാധ്യമാകുന്നു. നീ വിശ്വസിക്കുന്നുവെങ്കിൽ നീ മുട്ടിയാൽ മതി, നിനക്ക് മുമ്പിൽ തുറക്കപ്പെടും. നീ വിശ്വസിക്കുന്നുവെങ്കിൽ യദ്ഭാവ, നിന്റെ ഭാവം എന്താണോ അതുപോലെ സംഭവിക്കും. ഇനി ഒരു കാര്യം ചെയ്യൂ, നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട്, ഒരു ബുക്കും ഒരു പേപ്പർ എടുത്തിട്ട്, എന്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ ലൈഫിലെ ഏതെങ്കിലും ഒരു കീറാമുട്ടിയായ വിഷ്യൂസ്, അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് എന്ന് എഴുതി നോക്കൂ. ഇപ്പൊ ഞാനൊരു പുസ്തകം എഴുതാൻ വേണ്ടിയിട്ട് ഒരു 10 വർഷവും എനിക്കത് ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഈ ഒരു വിശ്വാസം ഡെവലപ്മെന്റ് ചെയ്തപ്പോ എനിക്ക് പുസ്തകം എഴുതാൻ സാധിച്ചു. 1-2 പ്രാവശ്യം പബ്ലിഷിംഗ് നടത്തി. രണ്ടാമത്തെ പുസ്തകം ഡിസംബർ 21 കോഴിക്കോട് അപ്പോളോ ഡിമോറോയിൽ വെച്ച് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പോകുന്നു. മനസ്സിലായി? ഞാനൊരു കുറഞ്ഞ പേജ്, പക്ഷെ എഴുതി നോക്കുമ്പോൾ പേജ് തീരുന്നില്ല. അപ്പോ എഴുതാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് അതിനുള്ള കഴിവുകൾ എനിക്ക് നൽകപ്പെട്ടത്. കേവലം ഒരു ആഗ്രഹം മാത്രമായിരുന്നുവെങ്കിൽ അതൊന്നും എനിക്ക് നടക്കാൻ പോകുന്ന കാര്യമല്ല. അങ്ങോട്ടേക്ക് ചിന്തിച്ചിട്ട് കാര്യമില്ല. അതൊക്കെ ഒരു മലർക്കൊടിക്കാരൻ സ്വപ്നമാണെന്ന് പറഞ്ഞാൽ എനിക്ക് അതിനുള്ള കഴിവുകൾ നൽകപ്പെടുകയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കേവലം ആഗ്രഹം മാത്രമാണോ, അതല്ല അത് നേടിയെടുക്കാൻ എനിക്ക് സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസം ഡെവലപ്പ് ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? അതാണ് ഹാപ്പി പാർക്ക് ട്രഷർ കോഴ്സ്, അതാണ് മണി മൈൻഡ് സെറ്റ്, അതുപോലെ EFT. ഇതൊക്കെ ആളുകൾക്ക് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ കണ്ടു കാണും, ആയിരക്കണക്കിന്. ഇപ്പൊ ഉദാഹരണമായിട്ട് കഴിഞ്ഞ ട്രഷർ ബാച്ചിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരാള് 1 രൂപയും കൈവശമില്ല. ശരിക്കും ആലോചിക്കണം. അവർക്കത് പറയുമ്പോൾ എനിക്കത് അത്ഭുതമായി തോന്നാറില്ല. നിങ്ങൾ ഒരു പക്ഷേ കേട്ട് കാണും. 1 രൂപയും കൈവശമില്ലാത്ത സമയത്ത് ആഗ്രഹത്തിനപ്പുറം എനിക്കിത് ചെയ്യണം, എനിക്കിത് അനുഭവിക്കണം എന്നുള്ള ആ ഒരു വിശ്വാസം, അതിനെനിക്ക് പറ്റും എന്നുള്ള വിശ്വാസം ഉള്ളിൽ ഡെവലപ്പ് ചെയ്തപ്പോൾ എത്രയോ ആളുകൾക്ക് അത് പൂർത്തിയാക്കുവാനും മനോഹരമായ സത്യം തിരിച്ചറിയുവാനും തുല്യതയില്ലാത്ത മനോഹരമായ ഒരു അവസ്ഥയിലോട്ട് മാറുവാൻ സാധിച്ചു. ഞാൻ പറയുന്നത് ശരിയല്ലേ പ്രിയപ്പെട്ടവരെ? ഒന്ന് ടൈപ്പ് ചെയ്തേ. ട്രഷറിലും അതുപോലെ തന്നെ ഈ രൂപത്തിൽ എനിക്കൊരു നിലക്കും കഴിയില്ല, ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഒരിക്കലും നടക്കില്ലായിരുന്നു. പക്ഷേ എനിക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, എനിക്ക് സാധിക്കും, എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്കത് സാധിക്കണം എന്ന് ചിന്തിച്ചപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വാതിലുകൾ മലർക്കെ തുറക്കപ്പെട്ടില്ലേ? പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. ഒന്ന് ടൈപ്പ് ചെയ്ത്. ഒരു നിർവാഹവും ഇല്ലാത്ത സമയത്താണ് എന്ത് ചിന്തിക്കുന്നത്? എനിക്ക് ആഗ്രഹത്തിനപ്പുറം എനിക്ക് പറ്റും, ഞാൻ ശ്രമിച്ചു നോക്കട്ടെ, എനിക്ക് പറ്റും, എനിക്ക് പൂർത്തിയാക്കാൻ പറ്റും, എനിക്ക് കഴിയും എന്ന് മനസ്സിന് കൊടുത്തപ്പോഴാണ് ആ കഴിവ് നൽകപ്പെട്ടത്. അതുവരെ കഴിവ് നൽകപ്പെടില്ല. ഇതൊക്കെ 10,000 തവണ പറഞ്ഞാലും ആൾക്കാർ എന്ത് ചെയ്യുന്നറിയോ? അവരുടെ ആഗ്രഹത്തിനപ്പുറത്തേക്ക് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുവാൻ അവർ നോക്കില്ല. അപ്പൊ ഞാൻ പറയുന്ന സഹോദരന്മാർ, ഒരുപാട് ആൾക്കാർ ഇപ്പൊ ടൈപ്പ് ചെയ്ത് നിങ്ങൾ കണ്ടു കാണും. എല്ലാത്തിനും പിന്നിൽ ആഗ്രഹത്തെയും മറികടന്നുള്ള ഒരു വിശ്വാസം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാവും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, 2007, 2006, 2007 കാലഘട്ടത്തിലൊക്കെ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, കോഴിക്കോട് വെച്ച് ഒരു ട്രെയിനിങ് നടത്തണം. അപ്പൊ എനിക്ക് ആഗ്രഹമുണ്ട് ട്രെയിനിങ് നടത്താൻ. അപ്പൊ ഈ പല ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ട്രെയിനിങ് നടത്തും. അപ്പോ കുട്ടികളോ ആൾക്കാരൊക്കെ പറയും നല്ല ട്രെയിനിങ് ഉഷാറെന്നൊക്കെ പറയും. പക്ഷെ എങ്കിലും ഒരു മാസ് ഓഡിയൻസിന് മുമ്പിൽ പോയി ട്രെയിനിങ് നടത്തുവാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല, ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല, ഒരുപാട് കാലം ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, എൻ്റെ സുഹൃത്ത് പറഞ്ഞു, ഇങ്ങനെ കോഴിക്കോട് ഒരു വലിയ പ്രോഗ്രാം ഉണ്ട്, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള വലിയ ആൾക്കാരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കതിന് പറ്റും, നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ആ സമയത്ത് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ ഉള്ളിൽ ഈ വിശ്വാസം ഞാൻ ഡെവലപ്മെന്റ് ചെയ്തെടുത്തു. വിശ്വാസം, എനിക്ക് പറ്റും,
ഈ പറയുന്നവർ തന്നെ അവിടെ പോയി നമുക്ക് സംസാരിക്കാൻ പറ്റും. ഈ വിശ്വാസം എൻ്റെ ഉള്ളിൽ ഞാൻ ഡെവലപ്മെന്റ് ചെയ്തെടുത്തപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ, അവിടെ പോയി 2 മണിക്കൂർ മനോഹരമായി പ്രസന്റ് ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം അവിടെ നിന്ന് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അവിടെ നിന്ന് എൻ്റെ സുഹൃത്തിന്റെ അതിശക്തമായ മോട്ടിവേഷന്റെ പുറത്ത് എൻ്റെ ഉള്ളിൽ ആഗ്രഹം ഒരു വിശ്വാസമായി വന്നതുകൊണ്ടാണ് ആ മോട്ടിവേഷൻ എനിക്ക് സ്വീകരിക്കാൻ പറ്റിയത്. അപ്പൊ അങ്ങനെ ഒരു സുഹൃത്തിന്റെ കൂടെ വരാൻ കാരണം എൻ്റെ വിശ്വാസമുള്ളത് കൊണ്ടാണ്. എന്നെ മുന്നോട്ട് നയിക്കുവാൻ അങ്ങനെയുള്ള സുഹൃത്തുക്കൾ എൻ്റെ കൂടെ വന്നത്. എന്നോട് പറഞ്ഞു, ഈ 2 മണിക്കൂർ നിർത്തിയാൽ പോരാ, നിങ്ങൾ ഒരു വൺ ഡേ രാവിലെ 9 മുതൽ വൈകുന്നേരം 6 വരെയുള്ള ഒരു പ്രോഗ്രാം ഇപ്പോൾ ഡിക്ലെയർ ചെയ്യണം. അവിടെ ഡിക്ലെയർ ചെയ്തു. 25-30 ആളുകൾ അന്ന് ഫസ്റ്റ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തു. കാലം നോക്കണം, ഇപ്പോഴുള്ള കാലമല്ല, ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പാകുന്നു ഈ സംഭവം. അപ്പൊ എന്തുകൊണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ, അതുവരെ അങ്ങനെ 9 മുതൽ വൈകുന്നേരം വരെ ട്രെയിനിങ് എടുക്കാത്ത എനിക്ക്, ഞാൻ അത് അന്ന് പൂട്ടിവെച്ചിരുന്നെങ്കിൽ അതിനുള്ള കഴിവ് എനിക്ക് നൽകപ്പെടുമായിരുന്നില്ല. ആ ഒരു വിശ്വാസം ഡെവലപ്മെന്റ് ചെയ്തപ്പോ 9 മണി മുതൽ 6 മണിയായിട്ടും ആർക്കും എഴുന്നേറ്റ് പോവേണ്ട. ഞാനാണെങ്കിൽ പറഞ്ഞത് പൂർത്തിയായിട്ടുമില്ല. എത്രയോ നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മനസ്സിലായി? ഇപ്പോഴും 9 മണി മുതൽ 6 മണി, 7 മണി, 8 മണിയൊക്കെ ആൾക്കാർ ഇരിക്കും. പറഞ്ഞാൽ തീരില്ല. എന്തുകൊണ്ടും ചോദിക്കുകയാണെങ്കിൽ അത് ആർക്കും സാധ്യമാണ്. നമ്മുടെ ഉള്ളിൽ ഒരു വിശ്വാസം ഡെവലപ്മെന്റ് ചെയ്തെടുക്കുമ്പോഴാകുന്നു. എൻ്റെ സഹോദരന്മാരെ, നമുക്ക് അതിനുള്ള കഴിവുകളും അതിനുള്ള ആളുകളും അതിനുള്ള സാഹചര്യങ്ങളും ഒക്കെ വരൂ. അങ്ങനെയാണ് എല്ലാ ആർട്ടും ഉണ്ടായത്, എല്ലാ ലിറ്ററേച്ചറും ഉണ്ടായത്. അങ്ങനെയാണ് ഷേക്സ്പിയർ നാടകം എഴുതിയത്, അങ്ങനെയാണ് ഷെല്ലി കവിതകൾ എഴുതിയത്. എല്ലാം വിശ്വാസത്തിന്റെ പുറത്താകുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഏതെങ്കിലും ഒരാളുടെ ജീവിതത്തിൽ അടിക്കടി പരാജയപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, അവരുടെ ഉള്ളിൽ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ ഈ വിശ്വാസത്തിന്റെ ശക്തി അവർ നേടിയെടുത്തിട്ടില്ല. അവർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ഒരു ഇതുണ്ടാവും, തുടങ്ങി നോക്കാം, ജയിക്കുമെന്നറിയില്ല, നോക്കാം. പരാജയപ്പെട്ട ചിലപ്പോ പറയും ഞാൻ ആദ്യം തന്നെ വിചാരിച്ചിട്ടുണ്ട് ഇത് പണി പാടുന്നു, വേണ്ടില്ലായിരുന്നു. മനസ്സിലായില്ലേ? ഇന്ന് ഞാന് ഒരു ഡ്രൈവിങ്ങിന് വേണ്ടി എൻ്റെ മോളെ ഡ്രൈവിങ്ങിന്റെ ടെസ്റ്റിന് വേണ്ടി കൊണ്ടുപോവാം. അപ്പൊ അവളുടെ സുഹൃത്തും കൂടെ ഉണ്ട്. സുഹൃത്ത് പോകുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ആദ്യത്തെ തവണയ്ക്ക് എന്തായാലും പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. ഞാൻ എൻ്റെ മോക്ക് കൃത്യമായി ട്രെയിനിങ് കൊടുത്തിട്ട് പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം, മനസ്സ് ശുദ്ധമായിരിക്കണം, ഫ്രീ ആയിരിക്കണം. അവള് പുഷ്പം പോലെ ബൈക്കും കാറും ഒക്കെ എടുത്തിട്ട് മനോഹരമായി തിരിച്ചു വന്നു. മറ്റവള് 2ലും പൊട്ടിപ്പോയി. മനസ്സിലായില്ലേ? ഞാൻ നോക്കട്ടെ, വിജയിക്കുമെന്ന് അറിയില്ല. മനസ്സിലായില്ലേ? ഞാൻ ശ്രമിക്കാം, പക്ഷെ ഉറപ്പില്ല. എന്തുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ ആ വിശ്വാസം ഡെവലപ്പ് ചെയ്തിട്ടില്ല, അത് തന്നെ. അപ്പോ ഒരു കാര്യം ഉറപ്പിച്ചോളൂ മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ഡൗട്ട് വരുമ്പോൾ, നമുക്ക് നെഗറ്റീവ് വരുമ്പോൾ, നമുക്ക് പരാജയപ്പെടുമോ എന്ന ഭയം വരുമ്പോൾ, അങ്ങനെ ഒരു വിശ്വാസമോ അങ്ങനെ ഒരു ചിന്തയോ ഒരു ഫീലിങ്ങോ നമ്മുടെ ഉള്ളിൽ ഉരുത്തിരിയുമ്പോൾ, അത് നടക്കാതിരിക്കുവാനുള്ള കാരണങ്ങൾ നമ്മുടെ മുമ്പിൽ ഉരുത്തിരിഞ്ഞു വരും. അപ്പോഴേക്കും മഴ പെയ്യും, അല്ലെങ്കിൽ അപ്പോഴേക്കും കാർ ആക്സിഡന്റ് ആവും. അതായത് അത് നടക്കാതിരിക്കുവാനുള്ള സപ്പോർട്ടീവായ ഫാക്ട്സുകളും നമ്മൾ കാണും. മനസ്സിലായോ? ഇപ്പൊ ട്രഷർ കോഴ്സിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞപ്പോൾ ഒത്തിരി ആൾക്കാർ ഡൗട്ട് അടിച്ചിരുന്നു. ആ ഡൗട്ട് അടിച്ചിരുന്ന ആൾക്കാർക്ക് ആ ഡൗട്ട്, ഞാൻ സംശയിച്ചത് ശരിയാണ്, എന്നെ കൊണ്ട് പറ്റില്ല എന്നതിന്റെ തെളിവുകൾ ഇങ്ങനെ അവർക്ക് കിട്ടും. അല്ലാത്ത ആളുകൾക്കോ അവർക്ക് എവിടുന്ന എന്താന്നറിയില്ല, എങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്, അത്ഭുതങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും നിങ്ങൾ കാണുന്നുണ്ടാവും ആയിരക്കണക്കിന് ഫീഡ്ബാക്കുകൾ. കാരണം നമ്മൾ തന്നെയാകുന്നു ഇത് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ഡൗട്ടോ നെഗറ്റിവിറ്റിയോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ പരാജയപ്പെടുവാനുള്ള എക്സ്ക്യൂസുകൾ, ഞാൻ എന്തുകൊണ്ട് പരാജയപ്പെട്ടു, അതിന്റെ കാരണങ്ങൾ നമ്മുടെ മനസ്സ് അന്വേഷിക്കും. അതിന് സപ്പോർട്ടിംഗ് ഫാക്ട്സുകൾ കാണും. അതുകൊണ്ട് ഒരിക്കൽ ഒന്നുകിൽ നമുക്ക് ഡൗട്ട് അടിക്കാം, പരാജയപ്പെടുമോ എന്ന് ഭയപ്പെടാം, എന്നിട്ട് പരാജയപ്പെടാം. അതല്ലെങ്കിൽ
നമ്മുടെ ഉള്ളിൽ വിജയിക്കും എന്ന വിശ്വാസത്തെ ഡെവലപ്മെന്റ് ചെയ്യാം, എന്ന് വിജയിക്കാം. ഇതിൽ രണ്ടിൽ ഏത് തിരഞ്ഞെടുക്കും നിങ്ങൾ? ഒന്നുകിൽ നമ്മുടെ ഉള്ളിൽ പരാജയപ്പെടും എന്ന ഒരു ഉറപ്പോ അല്ലെങ്കിൽ നെഗറ്റീവ് വിശ്വാസമോ അല്ലെങ്കിൽ സംശയമോ കീപ്പ് ചെയ്യാം, എന്നിട്ട് അങ്ങനെ തന്നെ പരാജയപ്പെടാം. അതല്ലെങ്കിൽ എനിക്ക് വിജയിക്കുവാൻ കഴിയും, എനിക്ക് നേടാൻ കഴിയും എന്നൊരു വിശ്വാസം ഡെവലപ്മെന്റ് ചെയ്തിട്ട് വിജയിക്കാം. ഇതിൽ രണ്ടിൽ ഏത് സെലക്ട് ചെയ്തു? നിങ്ങളുടെ സെലക്ഷൻ ആകുന്നു. ഇത് നിങ്ങളുടെ സെലക്ഷൻ ആകുന്നു. ഒരാൾ പറയാണ്, സാറേ ഒന്ന് ടൈപ്പ് ചെയ്തേ. യെസ് ആണെങ്കിൽ, അതായത് എഫ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഫെയിലിയറിനെ സെലക്ട് ചെയ്യുന്ന ആൾക്ക് എഫ് അടിക്കാം. യെസ് ആണെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്തേ. നിങ്ങൾ എസ് ആണെങ്കിൽ സക്സസിനെ സെലക്ട് ചെയ്യുന്നവർക്ക് എസ് അടിക്കാം. ഒന്ന് ടൈപ്പ് ചെയ്തേ. ടൈപ്പ് ചെയ്തിട്ടെങ്കിലും നിങ്ങൾ ഒന്ന് വിജയിക്കട്ടെ, അതൊന്ന് കാണട്ടെ. ചെറിയ കാര്യമല്ലേ ഇത്? ഡൗട്ട് അടിച്ചിരിക്കുക ആൾക്കാർ, വെറും ഡൗട്ടിന്റെ ആൾക്കാർ. മനസ്സിലായില്ലേ? അപ്പൊ ഒരാൾ പറയാണ്, അവനെ പോലൊന്നും ആവാൻ എനിക്ക് പറ്റില്ല കേട്ടോ. അയ്യോ, അങ്ങനെ ഒരു പാട്ടുകാരനാവാൻ എനിക്ക് പറ്റില്ല കേട്ടോ. അയ്യോ, അങ്ങനത്തെ ഒരു വീടുണ്ടാക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ. അങ്ങനെയൊന്നും എനിക്ക് പറ്റില്ല കേട്ടോ എന്ന് ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ അങ്ങോട്ടെത്തില്ല, അവിടെ നമ്മൾ ആവില്ല. എന്തുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ, അവരും ഈ പറയുന്ന നിങ്ങളും തമ്മിലെ വ്യത്യാസം എന്താ ചോദിക്കുകയാണെങ്കിൽ, അവർക്ക് അവരുടെ ഉള്ളിൽ അതിന് കഴിയുമെന്നൊരു വിശ്വാസം ഡെവലപ്പ് ചെയ്തു. നിങ്ങൾ ചെയ്തിട്ടില്ല. അതല്ലാതെ വേറെ കയ്യോ കാലോ കണ്ണോ മൂക്കോ കിഡ്നിയോ ഒരു മാറ്റമില്ല. അകത്ത് ഒരു വിശ്വാസം അവർ ഡെവലപ്പ് ചെയ്തു, നമ്മളത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് വിജയിച്ച ആൾക്കാരെ നമ്മൾ അവരെ ബഹുമാനിക്കണം, ആദരിക്കണം. അവരുടെ ആ ക്വാളിറ്റി പതുക്കെ നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരണം. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. എപ്പോഴും ഒരു ചാരി നിൽക്കുന്നവനാവരുത്. ഞാനൊരു രണ്ടാം കിടക്കാരനാണ്, എന്നെ കൊണ്ടത്രയൊക്കെ പറ്റൂ, നിങ്ങൾ വലിയ ആളല്ലേ, അങ്ങനെ ഒരു ചാരി നിൽക്കുന്നവനായി നമ്മൾ നിൽക്കുകയാണെങ്കിൽ എല്ലാ കാലത്തും അങ്ങനെ നിൽക്കേണ്ടി വരും. മൈ ഡിയർ ഫ്രണ്ട്സ്, ആർ യു വിത്ത് മീ? ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? ഒന്ന് പറഞ്ഞേ. ഞാൻ പറയുന്നതൊക്കെ സത്യമല്ലേ പ്രിയപ്പെട്ടവരെ? ഒന്ന് ടൈപ്പ് ചെയ്തേ. ഞാൻ പറയുന്നതൊക്കെ സത്യമല്ലേ? ആരും ലെഫ്റ്റായി പോരുത് കേട്ടോ. നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ ക്ലാസ് മുഴുവൻ കേട്ടിരുന്നാൽ മതി. അല്ലാത്തവരൊന്നും ഈ ക്ലാസ് കേട്ടിരിക്കണ്ട. ജീവിതത്തിൽ വിജയിക്കണം, എന്തെങ്കിലും കാര്യമായ മാറ്റം കൊണ്ടുവരണമെന്ന് താല്പര്യമുള്ളവർ മാത്രം ഇത് കേട്ടിരുന്നാൽ മതി. മനസ്സിലായില്ലേ? മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ. ഞാൻ പറയുന്നത് സത്യമല്ലേ മൈ ഡിയർ ഫ്രണ്ട്സ്? ഒന്ന് സംസാരിച്ചേ. യെസ് ഓർ നോ? Yes, sir. അപ്പോൾ തന്നെ ഒറ്റ കാര്യം ചോദിക്കട്ടെ. കഴിഞ്ഞ ട്രഷറിനൊക്കെ പങ്കെടുക്കാൻ വേണ്ടി സമയത്ത് ഞാൻ സംസാരിക്കുമ്പോൾ സംസാരിക്കരുത്. ഞാൻ സംസാരിക്കഴിഞ്ഞ ശേഷം സംസാരിക്കും. ഞാൻ പറയുന്നതിന്റെ ഇടയ്ക്ക് മൈക്രോണാക്കരുത്. കഴിഞ്ഞ തവണ ഇതിനൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്, ട്രഷർ കോഴ്സിനൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിന്തിച്ചു, നടക്കൂലേ എന്ന് ചിന്തിച്ച ആൾക്ക് നടക്കാൻ പറ്റിയില്ല. ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഡെവലപ്പ് ചെയ്തു. എനിക്ക് ചെയ്യണം, എനിക്ക് പങ്കെടുക്കണം, എനിക്ക് മാറണം എന്ന് ഉള്ളിൽ അതിശക്തമായ ത്വര ഉണ്ടാവുകയും ഒരു സാഹചര്യം ഇല്ലാതിരുന്നിട്ടും അതിലോട്ടങ്ങ് വന്നപ്പോൾ എന്തോ അത്ഭുതകരമായി എല്ലാ കാര്യങ്ങളും ഒത്തുവന്ന ആൾക്കാരുണ്ട്. ഒന്ന് സംസാരിച്ചേ. അങ്ങനെയുള്ള ഒരാൾ സംസാരിച്ചേ. അങ്ങനെയുള്ള ഒരാൾ സംസാരിച്ചേ. ഒന്നുമില്ലായിരുന്നു, സാഹചര്യം എല്ലാം എതിരായിരുന്നു, പക്ഷെ ഉള്ളിൽ വിശ്വാസം ഡെവലപ്മെന്റ് ചെയ്തപ്പോ എല്ലാ കാര്യങ്ങളും അനുകൂലമായി വന്ന ഏതെങ്കിലും ഒരാളുടെ സംസാരിച്ചേ. മൈക്കോളാക്കി സംസാരിച്ചേ. എനിക്ക് അങ്ങനെയാണ് സാറേ സംഭവിച്ചത്. എന്താണ് സംഭവിച്ചത്? ഒരു നിലക്കും ഒരു കാര്യവും അനുകൂലമായിരുന്നില്ല, പക്ഷെ എനിക്ക് പങ്കെടുക്കണം, എനിക്കതിന് കഴിയും എന്നൊരു വിശ്വാസം ഡെവലപ്പ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? എനിക്ക് പണം വരാൻ തുടങ്ങി. ഞാൻ ആ ഫീസ് അടച്ച് ഞാൻ ആ കോഴ്സിലേക്ക് കയറി. ഓക്കെ, വളരെ സന്തോഷം. അത്ഭുതകരമായ കാര്യങ്ങൾ. ഇതൊന്നും അത്ഭുതമല്ലത്. വേറെ ഒരാൾ കൂടി സംസാരിക്കാം. വേറെ ഒരാൾ സംസാരിച്ചേ. ഇതുപോലെ ഒരാൾ. ഞാനും അങ്ങനെ ആയിരുന്നു. എനിക്കൊരു പൈസയില്ല, പക്ഷെ ഞാൻ ട്രഷറിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹിച്ചു. എനിക്ക് പൈസ വന്നു. പിന്നെ എനിക്ക് എല്ലാ മാസവും, പിന്നെ അല്ലാതെ മറ്റുള്ള ആവശ്യങ്ങൾക്കും എല്ലാം ധാരാളം പണം വരുന്നുണ്ട് ഇപ്പോഴും. യെസ്, അതായത് ഇത് ഞാൻ പറയിപ്പിക്കുന്നത് എന്തിനാ ചോദിക്കുകയാണെങ്കിൽ, നമുക്ക് കഴിവ് നൽകപ്പെടണമെങ്കിൽ നമ്മൾ അതിലോട്ട് വരണം. ഇത് മാത്രമല്ല, നിങ്ങളൊരു വീടുണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിച്ച് നടന്നിട്ട് കാര്യമില്ല. എനിക്കൊരു വീടുണ്ടാക്കുവാൻ കഴിയുമെന്ന വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഡെവലപ്പായി വരുമ്പോഴാണ് അതിനുള്ള കഴിവുകൾ നൽകപ്പെടുകയുള്ളൂ.
മനസ്സിലായില്ലേ? അപ്പോ ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഏതൊരവസ്ഥയിലാണോ ഇന്നായി തീർന്നത്, ഏതൊരു നേട്ടങ്ങളാണ് നമ്മൾ നേടിയെടുത്തത്, ഇതെല്ലാം നമ്മൾ എന്തോ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തോ അതിനാശ്രയിച്ച് മാത്രമാകുന്നു. ഒരു പാവപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം ആ പാവപ്പെട്ടവൻ അയാളുടെ ഉള്ളിൽ അയാൾ ചിന്തിച്ച് ഡെവലപ്പ് ചെയ്ത ഒരു വിശ്വാസം എന്താ ചോദിക്കുകയാണെങ്കിൽ, എനിക്ക് ഒരു മൂല്യവുമില്ല, എനിക്കൊരു വാല്യൂ ഇല്ല. ഏതെങ്കിലും സദസ്സിൽ കയറി വന്നാൽ അവരോട് പറഞ്ഞു, മാന്യമാരിയ്ക്കുന്ന സ്ഥലത്ത് ഇരിക്കാൻ പറഞ്ഞാൽ, അയ്യോ ഞാൻ അവിടെ ഒന്നും ഇരിക്കുന്നില്ല, ഞാൻ ഇവിടെ തുമ്പത്തെങ്ങാനും കടിച്ചു തൂങ്ങി നിന്നുകൊള്ളാം. അയാൾക്കൊരു വാല്യൂ കൊടുക്കുന്നില്ല. അയാൾ പാവപ്പെട്ടവനായി തുടരും. അയാളുടെ ഉള്ളിൽ ഈ പാവപ്പെട്ടവന്റെ ആ ഒരു വിശ്വാസമാണ് അയാൾ ഡെവലപ്പ് ചെയ്തത്. ഒരു ആവറേജുകാരൻ, അയാൾക്കൊരു ആവറേജ് വാല്യൂ മാത്രമേ അയാൾ കൊടുക്കുന്നുള്ളൂ. അയാൾ ഒരു ആവറേജ് ആയി തുടരും. ഒരു അതിമനോഹരമായി വിജയിച്ച ഒരാൾ, അയാൾക്ക് നല്ല മൂല്യം കൊടുക്കും. അയാൾക്ക് നല്ല മൂല്യം കൊടുക്കും. അയാളിൽ നല്ല ശക്തമായ ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ജീവിക്കാൻ ഏറ്റവും സുഖമാണ്. ഈ ഹാപ്പി പാർക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കി ഈ ട്രഷറും EFTയും ഈ ഒരു മനോഹരമായ ലോകത്തിലൂടെ ഒരു മനുഷ്യൻ കടന്നു പോകുമ്പോൾ ജീവിതം എന്ന് പറയുന്നത് കൈവെള്ളയിൽ ഇരുന്നു കൊണ്ട് അമ്മാനമാടുവാൻ സാധിക്കും. അത്രയും ഈസിയാകും. മനസ്സിലായില്ലേ? അപ്പൊ ആ രൂപത്തിൽ തിരിച്ചറിഞ്ഞ ഒരാള് അയാൾക്ക് മൂല്യം കൊടുക്കുമ്പോൾ ചുറ്റുമുള്ള ആളുകളെല്ലാം അയാൾക്ക് സപ്പോർട്ടീവായിട്ട് അനുകൂലമായിട്ട് വരുന്നു. അയാൾ തൊട്ടതെല്ലാം പൊന്നാകുന്നു. കാരണം അയാളുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്ത കാര്യമാകുന്നു അത്. അപ്പൊ വിജയിച്ചവരും പരാജയപ്പെട്ടവരും വ്യത്യാസം എന്താ? കൈക്കോ കാലിനോ ശരീരത്തിലെ ഏതെങ്കിലും അവയവത്തിനോ മാറ്റമുണ്ടോ? ഇല്ല. അകത്ത് ഡെവലപ്പ് ചെയ്തു വെച്ച വിശ്വാസത്തിന്റെ കാഴ്ചപ്പാടിന്റെ ഒരു തോത് മാത്രമാകുന്നു ഇത്. എവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റും. എവിടെയും ഏറ്റവും ഉന്നതമായി വിജയിച്ച ആൾക്കാരെയും പരാജയപ്പെട്ട ആൾക്കാരെയും നോക്കുമ്പോൾ കൃത്യമായി നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയുന്നു, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ ഒന്ന് അറേഞ്ച് ചെയ്യണം. നമ്മുടെ ഉള്ളിലുള്ള സെറ്റിംഗ് പോയിന്റിനെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യണം. സിസ്റ്റത്തെ ഒന്ന് അറേഞ്ച് ചെയ്യണം. അറേഞ്ച് ചെയ്തിട്ട് പുതിയ രൂപത്തിലോട്ട് അറേഞ്ച് ചെയ്തിട്ട് അതിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. അതിനാദ്യം വേണ്ടത് നമ്മളിൽ വിശ്വസിക്കണം. നമ്മളിൽ വിശ്വസിക്കണം. നമ്മളുടെ കാഴ്ചപ്പാടും ചിന്താഗതിയുമാകുന്നു നമ്മളെ കഴിവുള്ളവനും കഴിവില്ലാത്തവനുമാക്കി മാറ്റുന്നത്. ഏതെങ്കിലും ഞാൻ പറയട്ടെ, ഒരു സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് MBBS കഴിഞ്ഞ് മെഡിസിന് സർജറിക്ക് പഠിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് ആദ്യം തന്നെ സർജറി ചെയ്യാൻ കഴിയില്ല. എനിക്ക് കഴിയും, ഞാൻ നോക്കട്ടെ, ഞാൻ ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ് ആ വിശ്വാസം ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ മാത്രമാകുന്നു മനുഷ്യദേഹത്തെ കത്തിവെക്കുവാനുള്ള കഴിവർക്ക് നൽകപ്പെടുകയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ അറേഞ്ച് ചെയ്യുക. ഒരു കാര്യം തിരിച്ചറിയുക. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ വളരെ ഡീപ്പാണ്. എന്നിട്ട് തീരുമാനിക്കുക, വിജയിക്കണോ പരാജയപ്പെടണോ എന്നത്. നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഒരു കമ്പനി, ഒരു ഫാക്ടറി എന്ന് തീരുമാനിക്കാം. ഒരു ഫാക്ടറി, ചിന്തകളുടെ ഫാക്ടറി ആവും. ഈ ഫാക്ടറിയിൽ 2 ജോലിക്കാരുണ്ട്. ഒരു ജോലിക്കാരുടെ പേര് മിസ്റ്റർ പോസിറ്റീവ് ഓർ മിസ്റ്റർ സക്സസ്. മറ്റൊരു ജോലിക്കാരുടെ പേര് മിസ്റ്റർ ഫെയിലിയർ ഓർ മിസ്റ്റർ നെഗറ്റീവ്. 2 ജോലിക്കാരാ ഉള്ളത്. ഞാനൊന്ന് ജസ്റ്റ് നിങ്ങൾക്കൊരു മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ചിത്രം നിങ്ങൾ ഒന്ന് കാണിച്ചു തരാം. 2 തൊഴിലാളികളാണ് ഉള്ളത്. വളരെ ശ്രദ്ധിക്കണേ. 2 തൊഴിലാളികൾ. ഒരാൾ മിസ്റ്റർ സക്സസ്, മറ്റൊരാൾ മിസ്റ്റർ ഫെയിലിയർ, മിസ്റ്റർ പോസിറ്റീവ്. നിങ്ങളുടെ ഉള്ളിൽ എന്ത് സംഭവിച്ചാലും, ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പോകുന്ന സമയത്ത് എൻ്റെ കാർ ഒരു മതിൽ ഇടിഞ്ഞു. ആ സമയത്ത് എൻ്റെ ചിന്തയുടെ ഫാക്ടറിയിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള മിസ്റ്റർ പോസിറ്റീവിനെ ഈ കാര്യങ്ങളുടെ മേൽനോട്ടം വഹിക്കാൻ വേണ്ടി ഞാൻ ഏൽപ്പിച്ചു. മിസ്റ്റർ പോസിറ്റീവിനെ ഞാൻ ഏൽപ്പിച്ചു. എന്ത് നടന്നിരിക്കുന്നത് ദുഃഖകരമായ കാര്യമാണെങ്കിലും ഞാൻ എൻ്റെ ഉള്ളിൽ മിസ്റ്റർ നെഗറ്റീവിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ എന്ത് ചിന്തിക്കും? അതോടുകൂടി ആ നെഗറ്റീവായിട്ടുള്ള ആ ഒരു ജോലിക്കാരൻ അതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് പരാജയപ്പെട്ടു, എന്തുകൊണ്ട് സംഭവിച്ചു. ഇത് മാത്രമല്ല, ഏത് കാര്യമാണെങ്കിലും ജീവിതത്തിൽ ഈ 2 തൊഴിലാളികളാണ് നമ്മുടെ ഉള്ളിലുള്ളത്. ഒന്ന് മിസ്റ്റർ പോസിറ്റീവ്. ഈ മിസ്റ്റർ പോസിറ്റീവിനെ
എന്താ പറയാ, നിങ്ങൾ തൊഴിൽ കൊടുത്താൽ, ചിന്തയുടെ ഫാക്ടറിയിൽ നിന്നും ഈ ഒരു ഫോർമാനെ, ഈ ഒരു ജോലിക്കാരനെ നിങ്ങൾ പണിയേൽപ്പിക്കുകയാണെങ്കിൽ അയാൾ എങ്ങനെ നിങ്ങൾ വിജയിക്കും? നിങ്ങൾക്ക് എവിടുന്ന് റിസോഴ്സ് കിട്ടും? നിങ്ങൾക്ക് എവിടുന്ന് ശക്തി കിട്ടും? നിങ്ങൾക്ക് എവിടുന്ന് നേട്ടം കിട്ടും? നിങ്ങൾ എങ്ങോട്ട് പോകണം? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരും അയാള്. എന്നാൽ നിങ്ങള് മിസ്റ്റർ ഫെയിലിയറിനെ, മിസ്റ്റർ നെഗറ്റീവിനെയാണ് നിങ്ങൾ ഏൽപ്പിക്കുന്നതെങ്കിൽ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു തരും. ഉള്ളിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ എന്ത് ചെയ്തു? എഴുന്നേറ്റ ഉടനെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളും രാജാവും ഞാനും എല്ലാവരും ഒരുപോലെ എഴുന്നേൽക്കുന്നത്, നിങ്ങൾ ആർക്ക് പണി കൊടുക്കുന്നു, തൊഴിൽ കൊടുക്കുന്നു, അതിന്റെ അടിസ്ഥാനത്തിലാകുന്നു റിസൾട്ട്. രാവിലെ തന്നെ ഒരു മൂഡില്ല. അപ്പൊ സിഗ്നൽ കിട്ടി ആർക്കാ? മൂഡില്ല. സിഗ്നൽ കിട്ടി പണിയെടുക്കാൻ വേണ്ടി, സിഗ്നൽ കിട്ടി ആർക്കാ? സിഗ്നൽ കൊടുത്തത് മിസ്റ്റർ നെഗറ്റീവിന് കിട്ടി. അപ്പൊ നെഗറ്റീവ് എന്ത് ചെയ്യും? ഇന്ന് വെറുതെ നിന്നോ, ഇന്ന് അവിടെ പ്രശ്നമുണ്ട്, ഈ ബ്ലോക്ക് ഉണ്ട്, അവിടെ ഹർത്താലുണ്ട്, എന്താ അല്ലെങ്കിൽ എന്നും ജോലിക്ക് പോകേണ്ട കാര്യമുണ്ടോ എന്ന് വെച്ചാൽ ഏതൊക്കെ രൂപത്തിൽ ഉഴപ്പണോ അതിനുള്ള റീസൺസുകൾ നിങ്ങൾ മുമ്പിൽ കാണിച്ചു തരും. ഇത് ഒരു പച്ചയായ സത്യമാകുന്നു മൈ ഡിയർ ഫ്രണ്ട്സ്. ഇത് നിങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കിയാൽ, നിങ്ങൾ ആർക്ക് ജോലി കൊടുത്തു, നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ കമ്പനി നിങ്ങൾ ആര് ഏൽപ്പിച്ചു, ഇതാകുന്നു നിങ്ങളുടെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത്. അതായത് നിങ്ങൾ മിസ്റ്റർ സക്സസിന്, മിസ്റ്റർ പോസിറ്റീവിന് ജോലി കൊടുത്താൽ അത് പോസിറ്റീവായിട്ടുള്ള വേറെ കുറേ ചിന്തകളെ പ്രൊഡ്യൂസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും. എന്തുകൊണ്ട് നിനക്ക് കഴിയും? നിനക്ക് കഴിയും. എന്തുകൊണ്ട് കഴിയും? നീ ആരാ മോൻ? അതായത് ലങ്കയിലോട്ട് പോകുമ്പോൾ ഹനുമാന് മോട്ടിവേഷൻ കൊടുക്കുന്നു, ജാംബവാൻ നീ ആരാ മോൻ? വായുപുത്രൻ, നിനക്ക് പറ്റും, നിനക്ക് കഴിയും. ഈ ജാംബവാൻ നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയരും. നീ എന്തുകൊണ്ട് യോഗ്യതയുള്ള ആളാകുന്നു, നീ എന്തുകൊണ്ട് വിജയിക്കും എന്നുള്ള ഒരുപാട് റീസൺസുകൾ ആ ഒരു മിസ്റ്റർ പോസിറ്റീവ് എന്ന് പറയുന്ന അതിനെ നിങ്ങൾ ഉണർത്തിയാൽ അത് നിങ്ങൾക്ക് നൽകും. എന്നാൽ മിസ്റ്റർ നെഗറ്റീവ് ആണെങ്കിലോ അവര് പറയും, എന്താ ചോദിക്കാൻ? നിനക്ക് എന്തുകൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കില്ല? ഞാൻ പറഞ്ഞത് കേൾക്കും, നിനക്കിത് പറ്റില്ല, അങ്ങോട്ട് പോവണ്ട. ശല്യർ അല്ലെ, നമ്മുടെ ദുര്യോധനന്റെ തേര് തെളിച്ച ശല്യർ, അങ്ങോട്ട് പോവണ്ട, കൊല്ലപ്പെടും, അവർ ശക്തരാകുന്നു. മനസ്സിലായി? നിനക്ക് എന്തുകൊണ്ട് പറ്റില്ല? നീ എന്തുകൊണ്ട് വീക്കാ? നീ ഒരു വീക്കാകുന്നു. നിനക്ക് മനസ്സിലായില്ലേ? കഴിഞ്ഞ തവണ നീ അവിടെ പോയപ്പം ബോധം കെട്ട് വീണെന്ന് നിനക്ക് അറിയില്ലേ? പിന്നെ നീ എന്തിനു പോകണം? നീ എന്തുകൊണ്ട് യോഗ്യതയുള്ള ആളല്ല? ഇങ്ങനെയുള്ള റീസൺസുകളായിരിക്കും മിസ്റ്റർ നെഗറ്റീവ് പറയുന്നത്. നീ എന്തുകൊണ്ട് പരാജയപ്പെടും? ഈ പരാജയപ്പെടാനുള്ള കാര്യങ്ങൾ, കാരണം നിങ്ങൾ ജോലി ഏൽപ്പിച്ചത് ആരെയാകുന്നു? മിസ്റ്റർ ഫെയിലിയറിനെ ആകുന്നു. വളരെ ഗൗരവമുള്ള കാര്യമല്ലേ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറയുന്നത്? യെസ്? ആർക്കാ ജോലി കൊടുത്തത്? ഇപ്പോഴും ഇതൊന്നും മനസ്സിലാവാതെ ഈ മിസ്റ്റർ നെഗറ്റീവിന് മനസ്സിന്റെ ഉള്ളിൽ ജോലി കൊടുത്ത് അതിനെ ദൈവമാക്കി ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ രണ്ട് ബ്രാഞ്ചും, മിസ്റ്റർ പോസിറ്റീവും മിസ്റ്റർ നെഗറ്റീവും, രണ്ടും ഒരുപോലെ മനസ്സിന്റെ ഉള്ളിൽ ശക്തമാകുന്നു. ഏതെങ്കിലും ഒരു ചെറിയ ഒരു ഇന്റേണൽ കോളിംഗ് മതി. നിങ്ങൾ ആരെയാണോ വിളിക്കുന്നത്, ഇപ്പൊ ഈ ക്ലാസ് കേട്ടു, ഈ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾ മിസ്റ്റർ പോസിറ്റീവിനെയാണ് നിങ്ങൾ ചിന്തയെ ഏൽപ്പിക്കുന്നതെങ്കിൽ, പണി ഏൽപ്പിക്കുന്നതെങ്കിൽ, ഈ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതിന്റെ പൊരുളും ഇത് പിന്തുടരേണ്ട ആവശ്യകതയും ഇതിന്റെ സത്യസന്ധതയും എങ്ങനെ ഇതിന്റെ എല്ലാ ഗുണങ്ങളും നിങ്ങളോട്ട് നയിച്ച് അതിമഹത്തരമായ അവസ്ഥയിലോട്ട് നിങ്ങളെ കൊണ്ടുപോകും. എന്നാൽ ഇത് നിങ്ങൾ ചിന്തിക്കാൻ, ഇതൊക്കെ ഇപ്പൊ എന്തോന്ന്, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ, ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെ പറയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലൊരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്താലോ, അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, സമയം പോവും. ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട നെഗറ്റീവായ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഉള്ളിൽ നിന്ന് വരുന്ന കോളിംഗ് എന്താകുന്നോ ആ കോളിംഗ് അനുസരിച്ച് ഇതിൽ ഏതെങ്കിലും ഒരുവൻ ഭരണം ഏറ്റെടുക്കും. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് ഏതൊന്നിനാണോ ഭരണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവൻ ശക്തമാവും. അതാപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? രാവിലെ ഭയങ്കര മൂഡ് ഓഫ്, എന്തൊരു ബുദ്ധിമുട്ട്, ആവൂല. അപ്പൊ ഇവൻ പണി ഏറ്റെടുത്തു. അന്നത്തെ ദിവസമൊക്കെ ഞാൻ ആദ്യം തന്നെ വിചാരിച്ചിരുന്നു വരണ്ട വന്നു നോക്കി, ഞാൻ വിചാരിച്ചതാ ശരി, വരാതിരുന്നാ നന്നായിരുന്നു. സിഗ്നൽ പോകുന്നത് ഈ പറയപ്പെട്ട തൊഴിലാളിക്കാവുന്നു, മിസ്റ്റർ നെഗറ്റീവിനാണ് പോകുന്നത്. അപ്പൊ അയാൾ നെഗറ്റിവിറ്റിയെ കൊണ്ടുവരും. പിന്നെ
ഗ്രാജ്വലി നിങ്ങൾ ഇത് നിരന്തരമായി പണിയേൽപ്പിച്ചാൽ പിന്നെ നിങ്ങളുടെ ദൈവം തന്നെ മിസ്റ്റർ നെഗറ്റീവായിട്ട് മാറും. നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ശക്തി മിസ്റ്റർ നെഗറ്റീവായിട്ട് മാറും. മനസ്സിലായോ? പോസിറ്റീവിന് കൊടുത്താലോ എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് ഉണ്ടാവും. ലോ ഓഫ് പൊളാരിറ്റി പറയുന്നതാണ്, എന്ത് നെഗറ്റീവ് സംഭവിച്ചാലും അതിൻ്റെ ഉള്ളിൽ ഒരു പോസിറ്റീവ് അടങ്ങിയിട്ടുണ്ടാവും, ഒരു സാധ്യത ഉണ്ടാവും. അപ്പൊ ഈ പോസിറ്റീവിനെ അന്വേഷിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ? അപ്പൊ ഈ പോസിറ്റീവ് മിസ്റ്റർ പോസിറ്റീവ് പണി ഏറ്റെടുക്കും. അപ്പൊ അത് പറഞ്ഞുകൊണ്ടിരിക്കും മിറാക്കിള് ഇന്നത്തെ ദിവസം മനോഹരമാവും. അതുപോലെ തന്നെ വളരെ നല്ല കംഫർട്ടബിൾ ആണ് ജീവിക്കാൻ എന്ന് വേണ്ട, വളരെ മനോഹരമായി വർക്ക് ചെയ്യുവാനും മറ്റുമൊക്കെയുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുതരും. മനസ്സിലായില്ലേ? അപ്പോ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഏതവര് ജോലി കൊടുക്കുന്നു, അത് മിസ്റ്റർ പോസിറ്റീവിനാണോ മിസ്റ്റർ നെഗറ്റീവിനാണോ, ഇതനുസരിച്ച് അവർ രണ്ടുപേരും ഒബീഡിയന്റ് ആയിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. മിസ്റ്റർ പോസിറ്റീവ് ഓർ മിസ്റ്റർ സക്സസ് നിങ്ങളെ കാണിച്ചു തരും എങ്ങനെ വിജയിക്കും. മിസ്റ്റർ നെഗറ്റീവ് നിങ്ങളെ കാണിച്ചു തരും എന്തുകൊണ്ട് പരാജയപ്പെടും. അതിനൊന്നും പോകണ്ട. നിങ്ങൾ എന്തിനെയാണോ സ്ഥിരമായിട്ട് ഉപയോഗിച്ചത് അത് ശക്തിപ്പെട്ടാണ് ഇരിക്കുന്നത്. 100% മിസ്റ്റർ പോസിറ്റീവിനെ ഉപയോഗിക്കുക എന്റെ പ്രിയപ്പെട്ടവരെ. മനസ്സിലായില്ലേ? എന്ത് വന്നാലും, എന്ത് കേളം കുലുങ്ങിയാലും പാലം കുലുങ്ങൂല എന്ന് പറഞ്ഞ പോലെ എന്ത് സംഭവിച്ചാലും മിസ്റ്റർ പോസിറ്റീവിന് ജോലി കൊടുക്കൂ. അപ്പൊ അത് അതിന്റെ പണിയെടുത്ത് നിങ്ങളെ മനോഹരമാക്കും. അതിനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഹാപ്പി പാർക്കിന്റെ കൂടെ 1 വർഷമെങ്കിലും, അതാണ് ഹാപ്പി പാർക്കിന്റെ പുതിയ ക്യാമ്പയിൻ, അതിന്റെ ഭാഗമായിട്ടാണ് ഈ ക്ലാസ്സുകളൊക്കെ. കഴിഞ്ഞ വർഷം റിച്ച് മൈൻഡ് സെറ്റിന്റെ ഒരു ഇത് ചെയ്ത പോലെ ഈ വർഷം നമ്മളൊരു പുതിയ ക്യാമ്പയിൻ, 1 വർഷമെങ്കിലും ഹാപ്പി പാർക്കിന്റെ കൂടെ എന്നത് നിങ്ങളോട് ഇങ്ങനെ ഉച്ചൈസ്തരം പറയുവാനുള്ള കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ, അങ്ങനെ വരുമ്പോൾ പതുക്കെ പതുക്കെ മിസ്റ്റർ നെഗറ്റിവിറ്റിയിൽ നിന്നും മിസ്റ്റർ പോസിറ്റീവിലോട്ട് അധികാരം മാറും. അതിന് അകത്താണ് മാറ്റം കൊണ്ടുവരേണ്ടത്, പുറത്തല്ല മാറ്റം കൊണ്ടുവരേണ്ടത്. എല്ലാ വാതിലുകളും ഓപ്പണായി കിടക്കുകയാകുന്നു. ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തെക്കാളും മനോഹരമായ കാലഘട്ടമാകുന്നു. ഒരു 10, 100, 200 വർഷങ്ങൾക്ക് മുമ്പുള്ളത് പോലെയല്ല. നമ്മളെ കേരളത്തിൽ ഒരു കാളവണ്ടി പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നതൊക്കെ മാറി. നമ്മുടെ കാഴ്ചപ്പാട് മാറുമ്പോൾ ഈ ആവറേജിൽ നിന്നും പാവപ്പെട്ടവരിൽ നിന്നും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്നെഴുന്നേൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. തീർച്ചയായിട്ടും ഹാപ്പി പാർക്ക് നിങ്ങളെ കൂടെ അതിന് സപ്പോർട്ടായി ഉണ്ടാവും, തികച്ചും പോസിറ്റീവായിട്ട്. കാരണം നമ്മുടെ ഉള്ളിൽ ഈ പറയപ്പെട്ട പോസിറ്റീവായ ഈ ഒരു പോർഷൻ ഉയർന്നു വന്നിട്ടില്ല എങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഗുരുവിനെ തേടി പോയത് കൊണ്ടൊന്നും കാര്യമില്ല. താൽക്കാലികമായ ഒരു പ്ലാസിബോ ഇഫക്റ്റ് മാത്രമേ ഉണ്ടാവൂ. പെർമനന്റ് ആയ മാറ്റം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ കൺട്രോൾ നമ്മുടെ കൈവശം തന്നെ വേണം. മനസ്സിലായില്ലേ? അപ്പോ ഇന്നത്തെ സെഷനിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം ഒന്നൊരു ഷോർട്ടാക്കി പറയുന്നു. അതായത് നമുക്ക് ആഗ്രഹം മാത്രം ഉണ്ടായാൽ പോരാ. വിശ്വാസമുണ്ടെങ്കിൽ മല മാറുമെന്ന പ്രസ്താവന കേൾക്കുമ്പോൾ അതുപോലെ എന്തും നേടിയെടുക്കാൻ സാധ്യമാണ്, ആർക്കും വിജയിക്കാമെന്ന പ്രസ്താവനകളൊക്കെ കേൾക്കുമ്പോൾ അതിനോട് മുഖം തിരിക്കാതിരിക്കുക. അങ്ങനെ മുഖം തിരിക്കുമ്പോൾ അതൊന്നും നടക്കൂല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ അധികാരം മിസ്റ്റർ നെഗറ്റീവ് ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള കാര്യം കേൾക്കുമ്പോൾ ഉടനെ തന്നെ എന്ത് പറയാ, അതിനുള്ള വഴി എന്ത്? അതായത് ഉദാഹരണമായിട്ട് നിങ്ങൾക്കൊരു വീടുണ്ടാക്കണം, നിങ്ങൾക്കൊരു കടം വീട്ടണം, നിങ്ങൾക്ക് ഇന്ന എന്താ പറയുക ഒരു കാര്യം നേടിയെടുക്കണം. അത് ആഗ്രഹം മാത്രം പോരാ, അതിനെനിക്ക് പറ്റുമെന്നൊരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ നേടിയെടുക്കുമ്പോഴാണ്, ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് അതിനുള്ള കഴിവുകളെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടുന്നത്. മനസ്സിലായില്ലേ? മല നീക്കിനേക്കാളും വലിയ കാര്യങ്ങൾ അപ്പൊ മനുഷ്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മലയൊക്കെ എന്താ, ഒരു JCB വന്നാൽ 5 or 10 മിനിറ്റ് കൊണ്ട് വലിയ മലകളൊക്കെ ടുട്ടുട്ടുട്ടുട്ടു. കാരണം മനുഷ്യൻ അത്രയും വളർന്നിരിക്കുന്നു പ്രിയപ്പെട്ടവര്. അപ്പോ നമ്മൾ വിശ്വാസത്തിന്റെ ശക്തിയിൽ നമ്മൾ വിശ്വാസത്തിന്റെ ശക്തിയെ നമ്മൾ മനസ്സിലാക്കുക, അതിൽ വിശ്വസിക്കുക, നമ്മളിൽ വിശ്വസിക്കുക. നമ്മളിലൂടെ മാത്രമേ മാറ്റം കൊണ്ടുവരാൻ പറ്റൂ. ഹാപ്പി പാർക്കിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന ഈ ഒരു പരിപാടിയിൽ, ഒരു യാത്രയിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ള ആൾക്കാർ ഒന്ന് ടൈപ്പ് ചെയ്ത് 1 വർഷം ഹാപ്പി പാർക്കിനൊപ്പം എന്ന ഈ ഒരു ക്യാമ്പയിൻ, 1 വർഷം ഹാപ്പി പാർക്കിനൊപ്പം ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഒന്ന് ടൈപ്പ് ചെയ്ത് ഒരുപാട് ആൾക്കാർ ഇതുണ്ട്, എല്ലാവരും ടൈപ്പ് ചെയ്ത്. അതിലെല്ലാവരും പങ്കെടുക്കുക.
അതുപോലെ ഹാപ്പി പാർക്കിന്റെ മണി മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ റിച്ച് വൈബ് ക്ലബിന്റെ ഒരു ഒരു ചാരിറ്റി, അതായത് ഏറ്റവും മനോഹരമായിട്ട് എങ്ങനെ പണം ഉണ്ടാക്കാം ഇതുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സ് ഉണ്ട്, മണി മൈൻഡ് സെറ്റിംഗ്. അതിലൊക്കെ ഒന്ന് പങ്കെടുക്കും നോക്കും. അപ്പോഴേക്കും മിസ്റ്റർ പോസിറ്റീവിനെ അധികാരമേൽപ്പിക്കാൻ പറ്റും. ഡിസംബർ 15 നമ്മൾ ട്രഷർ എന്ന് പറയുന്ന ഇന്ത്യയിൽ തന്നെ മറ്റെവിടത്തും ഇല്ലാത്ത ഒരു മനോഹരമായ ഒരു സംഭവം നമ്മൾ തുടങ്ങുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ അന്വേഷിക്കുക. ഇനി നാളെ നമുക്ക് ഒരു കാര്യം ചെയ്യാം. രണ്ടാമത്തെ ദിവസം എങ്ങനെ ഈ പോസിറ്റീവായതിനെ ശക്തിപ്പെടുത്താം, അതിനെന്തെല്ലാം ചെയ്യാം എന്നതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് നമുക്ക് നാളെ നടത്താം. ഏകദേശം 1 മണിക്കൂറോളം നമ്മൾ സംസാരിച്ചു. അതുകൊണ്ട് മുഴുവൻ ആൾക്കും നന്ദി അറിയിക്കുകയാണ്. എല്ലാവരും, ഞാനിപ്പോഴും സന്തോഷിക്കുന്നത് തുടങ്ങിയ അപ്പോൾ ഉള്ള അതേ ആളുകൾ ഇപ്പോഴും ഇതിൽ തുടർന്നു പോകുന്നു എന്നത് എന്നെ വളരെ സന്തോഷിപ്പിക്കുന്നു. അതുകൊണ്ട് ഞാൻ അഭിമാനിക്കുന്നു. നിങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് നിൽക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ അഭിമാനിക്കുന്നു. അവനവന്റെ ഉള്ളിൽ ഡെവലപ്മെന്റ് ചെയ്തെടുക്കുമ്പോൾ മാത്രമേ അതിന് നമുക്ക് ആ കഴിവ് കിട്ടൂ എന്റെ പ്രിയപ്പെട്ടവർ. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നുണ്ടല്ലോ, ഈ സംസാരിക്കുമ്പോൾ ഈ കഴിവ് എനിക്ക് കിട്ടിയത് എൻ്റെ ഉള്ളിൽ ഈ വിശ്വാസം ഞാൻ ഡെവലപ്പ് ചെയ്തത് കൊണ്ടാകുന്നു. അതാർക്കും, എല്ലാവർക്കും ഓരോർക്കും വ്യത്യസ്ത ഏരിയാസ് ഉണ്ട്. എല്ലാവരും സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരല്ല. ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആണെങ്കിൽ, ഒരു ഡോക്ടർ ആണെങ്കിൽ അവരവരുടെ മേഖലയിൽ ഈ സാധനം ഡെവലപ്പ് ചെയ്താൽ ഒരു 2ാം കിട പൗരക്കാരനായി നിൽക്കേണ്ട കാര്യം ഗതികേട് വരില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മുഴുവൻ ആൾക്കും നന്ദി അറിയിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ഉണ്ടോ ചോദിക്കാം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമാണോ പ്രിയപ്പെട്ടവരെ? അതുപോലെ ഈ ഹാപ്പി പാർക്കിന്റെ ഈ സന്ദേശം എല്ലാവരിലോട്ടും എത്തിച്ചു കൊടുക്കുക. ഇതൊരു ആത്മീയമായ ഒരു യാത്രയാകുന്നു. ഈ യാത്രയിൽ നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവുക എന്നതാണ് എനിക്ക് നിങ്ങളോട് വിനയത്തോടുകൂടി പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ഉണ്ടോ? ഞാൻ പറഞ്ഞത് വ്യക്തമല്ലേ മൈ ഡിയർ ഫ്രണ്ട്സ്? പ്ലീസ് സേ. മൈക്കോണാക്കി സംസാരിച്ച്. 100% സത്യാണ് സാർ. 10 മണി വരെ ക്ലാസ് ആണെന്നല്ലേ പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? 8 തൊട്ട് 10 വരെ എന്നല്ലേ പറഞ്ഞത്? 8 തൊട്ട് 10 വരെ ക്ലാസ് 2 മണിക്കൂറാണ് ക്ലാസ് എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണോ പറഞ്ഞത്? അതെ. അതായത് ക്ലാസ് മതിയായിട്ടില്ല എന്നാണ് യക്കീമ ബിഹി പറഞ്ഞത്. എനിക്ക് മതിയായില്ല, എനിക്ക് മതിയായില്ല സാർ. ഓക്കെ 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 ഓക്കെ, വളരെ സന്തോഷം. അത് നമ്മൾ കോഴ്സുകൾക്കൊക്കെയാണ് അങ്ങനെ കൊടുക്കുക. ഇത് ഒരുപാട് പുതിയ പഴയ എന്താ പറയാ ആൾക്കാരില്ല, അവരൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് 2 മണിക്കൂർ 3 മണിക്കൂർ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. നാളെ പറയും, ബാക്കി നാളെ പറയും. ഓക്കെ, വളരെ വളരെ സന്തോഷം. നിങ്ങൾ ട്രഷറിലൊക്കെ വരുമ്പോൾ, യക്കീമ ബീവി ട്രഷറിലൊക്കെ വരുമ്പോൾ എല്ലാം മനസ്സിലാവും. അപ്പൊ ഇത്രയും സമയം കിട്ടും. ഓക്കെ, ശരി സാറേ. എഴുതാനുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം കുറെ എഴുതാനുണ്ടെങ്കിൽ എങ്ങനെയാണോ എന്തോ. എഴുതാനൊന്നുമില്ല, അതൊന്നുമില്ല. എഴുതാൻ സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ ഉള്ളൂ. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് അത് ഹെൽപ്പ് ഉണ്ടോ? മെന്റർമാരൊക്കെ ഉണ്ടോ? ഈ ട്രഷറിൽ വന്ന പിന്നെ നമ്മൾ EFT ചെയ്യണോ സാർ? EFT ഒക്കെ അതിന്റെ പാർട്ടായിട്ട് ചെയ്യണം, ഉറപ്പായിട്ടും വേണം. വേണോ? തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ. അതെന്തിനാ ഒഴിവാക്കുന്നതിന്? അത് ഗുണമുണ്ടല്ലോ. എന്തിനാ ഒഴിവാക്കുന്നത്? ഉണ്ട്, ഗുണമുണ്ട്. ശരി. ഗുണം വന്നു വരെ തന്നെ. അതിൽ വരാണ്ടിരിക്കുന്നത് നഷ്ടമാണ് കേട്ടോ. ഇനിയും അത് വരാണ്ടിരിക്കരുത്, അത് നഷ്ടമായിരിക്കും. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ചോദിക്കാനുണ്ടോ? ഡൗട്ട് ചോദിക്കാറുണ്ട്. ചോദിച്ചോളൂ. എന്റെ ഉപ്പ ഒരു ഓട്ടോ ഡ്രൈവറാണ്. ആൾക്ക് എപ്പോഴും നഷ്ടങ്ങളാണ് വരുന്നത്. എന്താണ് കാരണം? ഓക്കെ, നിങ്ങൾ ആ മണി മൈൻഡ് സെറ്റിൽ ഒന്ന് പങ്കെടുക്കും ആദ്യം കേട്ടോ. കാരണം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എപ്പോഴാണ്? അത് ഡിസംബർ 5-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിസംബർ 5-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഫീ കോഴ്സ് ആണോ? പറയൂ. ഫീ കോഴ്സ് ആണോ? ഫീ കോഴ്സ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ഒരു മിനിറ്റ്. അതായത് എന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് എല്ലാം പരാജയപ്പെടുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും അവരുടെ ഉള്ളിലെ ആ ഒരു അവർ ഡെവലപ്പ് ചെയ്ത കാര്യമാകുന്നു. അതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതിനാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു 10 days ഒരു കോഴ്സ് ഉണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ നമുക്ക് നാളെ സംസാരിക്കാം. അത് ഫീസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാ, ഒരു ചെറിയ ഒരു ഫീ അതിന് വരുന്നുണ്ട്. കാരണം അങ്ങനെ വരുമ്പോഴേ നമുക്കതിന് മാറ്റം ഉണ്ടാവുള്ളൂ. നമുക്ക് എപ്പോഴും ഒരു എനർജി, അതായത് എവറി ആക്ഷൻ ദർ ഹാസ് എൻ ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമുക്കെല്ലാം വെറുതെ കിട്ടിക്കഴിഞ്ഞാൽ
ഒരു എനർജി ചെലവാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് അതിനൊരു റിവാർഡ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഏത് സാധാരണക്കാരനും പങ്കെടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അത്. ഒരു സൗജന്യ കോഴ്സ് തന്നെ പറയാം. അതിൽ പങ്കെടുക്കുന്നവർക്ക് EFT-ലൊക്കെ ആ ഫീസ് ഒഴിവായി കൊടുക്കും. പക്ഷെ അതിന് ചെറിയൊരു ഇതുണ്ട്. അത് നമുക്ക് നാളെ കേട്ടോ. ഓക്കെ. ശരി, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല. വേറെ ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടോ? ഒരു കാര്യം ചോദിച്ചോട്ടെ ചോദിച്ചോളൂ. സാറേ? ഉം ഹലോ സാറേ, കേൾക്കാമോ? കേൾക്കാം. സാറേ, EFT കോഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് ബേസിക്കും സ്റ്റാൻഡേർഡും മാസ്റ്ററും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയാണോ അത്? അത് നിങ്ങൾ ട്രഷറിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് എല്ലാം ഉണ്ട്. അത് മൂന്ന് സെഷൻ ആയിട്ടാണ്. കാരണം ഒന്ന് നമ്മൾ ചെയ്ത റിസൾട്ട് കിട്ടിയിട്ടാണ് അടുത്തതിലോട്ട് പോവാം. അതിൽ റിസൾട്ട് കിട്ടിയിട്ടാണ് അടുത്തതിൽ പോവാം. അങ്ങനെയാണല്ലേ? ഘട്ടം ഘട്ടമായിട്ടാണ് മാറ്റം. ഒരിക്കലും ഒരു ദിവസം മുഴുവനായിട്ട് എന്താ പറയാ, ഹിമാലയം മുഴുവൻ ഒരു ദിവസം കൊണ്ട് തകർത്ത് എറിയാന്നുള്ള പരിപാടി പറ്റില്ല. അത് അതിൻ്റെതായ സമയത്തുകൊണ്ടാണ് ചെയ്യുക. ഓക്കെ, കാര്യം പറഞ്ഞോട്ടെ, സാറിന്റെ ക്ലാസ് തേയ്മാനം ഇടിഞ്ഞു വീഴാൻ പോവുകയാണെങ്കിലും കുമ്പളങ്ങ കുറിച്ച് മുട്ട് കൊടുക്കാന്നൊരു ധൈര്യം വന്നിട്ടുണ്ട്. വെരി വെരി താങ്ക്സ്. വളരെ വളരെ സന്തോഷം. നിങ്ങളൊക്കെ ആ ഒരു മാറ്റമാണ് ഉള്ളിൽ ഡെവലപ്പ് ചെയ്യണം. അതിന് നിങ്ങൾ നമ്മളെ ആശ്രയിക്കണം നമ്മൾ, കേട്ടോ. അഷ്റഫ് KP എന്തുകൊണ്ടിരുന്നു? ഓക്കെ, ആരാ സംസാരിക്കുന്നത്? സാറേ, ഇന്നത്തെ ക്ലാസ് നല്ല സൂപ്പർ ആയിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ട്രഷറിന്റെ കൂടെ യാത്ര ചെയ്യുന്നില്ല നിങ്ങൾ? ട്രഷറിന്റെ കൂടെ യാത്ര ചെയ്യാൻ നിങ്ങൾ എടുത്ത തീരുമാനം വളരെ സന്തോഷകരമായില്ലേ? ഇന്നത്തെ ക്ലാസ് മാത്രമല്ല, എല്ലാ ക്ലാസ്സും നല്ലതായിരുന്നു. ഹാപ്പി പാർക്കിന്റെ കൂടെ പോകാൻ ഹാപ്പി പാർക്കിന്റെ കൂടെ ഒരു വർഷം 10 days ക്ലാസ് ഓൺലൈൻ ക്ലാസ് ആണ്. 10 days ഓൺലൈൻ ക്ലാസ് ആവുന്നു, കേട്ടോ. UK-ലാണ് നിൽക്കുന്നത്. അപ്പൊ പേയ്മെന്റ് എങ്ങനെ അടയ്ക്കും? അത് റെക്കോർഡിംഗ് കിട്ടും നിങ്ങൾക്ക്. പേയ്മെന്റ് നമുക്ക് നാളെ ചെയ്യാം. നിങ്ങൾ നാളെ ഈ ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്യും. ഓക്കെ. അതുപോലെ നമ്മുടെ അഡ്മിനുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ഹാപ്പി പാർക്ക് ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല, റെക്കോർഡ് മാത്രമേ ഉള്ളൂ. അല്ല, ഓൺലൈൻ ഉണ്ടാവും, ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും, റെക്കോർഡും ഉണ്ടാവും. ഓക്കെ, ഓക്കെ, താങ്ക് യു. ഫോളോ അപ്പ് ഉണ്ടാവും. ഹലോ സാർ, ട്രഷർ കോഴ്സ് എന്നാണ്? ഡിസംബർ 15 സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ ക്ലാസ്സുകൾ എങ്ങനെയായിരുന്നു? ട്രഷർ കോഴ്സ് നിങ്ങൾ എല്ലാവരും പങ്കെടുത്തോളൂ. ഡിസംബർ 15 അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏതൊക്കെ ദിവസങ്ങളിലാണ് ക്ലാസ് വരിക? ഡിസംബർ 15 സ്റ്റാർട്ട് ചെയ്യും. ട്രഷർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരിയിലാണ്. പക്ഷെ അതിന് മുമ്പ് നമ്മൾ കുറച്ച് നമ്മുടെ ലക്ഷ്യങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ, ഈ പറഞ്ഞല്ലോ, നമ്മുടെ ഉള്ളിൽ ഈ വിശ്വാസം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ആ വിഷയങ്ങൾ നമ്മൾ ഡിസംബർ 15 സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ഒരു 30 മുതൽ 100 ലക്ഷ്യങ്ങൾ. ഏതാ ലൈവ് ക്ലാസ് ഏത് ദിവസം ഉണ്ടായിരിക്കാം? ലൈവ് ക്ലാസ് ചൊവ്വാഴ്ച ഉണ്ടാവുക. 7ാമത്തെ ബാച്ച് ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച 8 മുതൽ 10, 10:30, 11 8 മുതൽ 10 വരെ ഉറപ്പായിട്ടും ഉണ്ടാവും. പിന്നെ അതിന്റെ ക്ലാസ് കഴിഞ്ഞാൽ അതിന്റെ ആക്ടിവിറ്റി ആയിരിക്കും ഒരാഴ്ച. പിന്നെ അതേപോലെ തന്നെ എല്ലാ മന്തും നമ്മൾ ഓഫ്ലൈൻ കോഴ്സും ഉണ്ടാവും. അതിൽ EFT ഉണ്ട്, EFT ബേസിക്, അഡ്വാൻസ്, മാസ്റ്റർ എല്ലാം ഉണ്ട്. ഒരു സമ്പൂർണമായ ഒരു സംഭവമാണ്. അൻവർ സാർ പുതിയ ആളാണോ? മോർണിംഗ് രാവിലെ 6:30 ശരി. ഇതുവരെ വേറെ ചെയ്തിട്ടില്ല. ഹലോ സാറേ. ഓക്കെ, അൻവർ സാർ ഇതിനു മുമ്പ് വേറെ കോഴ്സ് വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഈ മെഡിറ്റേഷനിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ തിരുവനന്തപുരത്തെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ സാറ് മണി മൈൻഡ് സെറ്റിൽ ആദ്യം വരും, എന്നിട്ട് ട്രഷറിൽ വന്നാവും. അതായിരിക്കും നന്നാവുക സാർ, കേട്ടോ. അതെന്നാണ് വരുന്നത്? അത് 5-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. ഈ വെള്ളിയാഴ്ച, അടുത്ത വെള്ളിയാഴ്ച സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. ഗ്രൂപ്പിൽ ഒന്ന് ചോദിച്ചു, അഡ്മിനുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ. പറയൂ. ഒരു കാര്യം കൂടി സാർ, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴേ, ഹലോ
പറയൂ. സാറേ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അറിയാതെ ഉറങ്ങിപ്പോകുന്നു. അത് എന്തുകൊണ്ടാ സാറേ? അങ്ങനെ ശ്രദ്ധ കുറവുകൊണ്ടാണോ അതോ നമ്മുടെ അല്ല, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. അതൊക്കെ അത് ഒന്നും എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് പിന്നെ ക്ഷീണം ഉണ്ടാവും, രാത്രി ഉറങ്ങാത്തത് കൊണ്ടൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും കേട്ടോ. EFT മറ്റൊക്കെ ചെയ്തിട്ട് എക്സസൈസ് ഒക്കെ ചെയ്ത് കുറച്ചും കൂടി ബോഡിയൊക്കെ ഒന്ന് സ്ട്രെങ്തൻ ആക്കുമ്പോൾ അതൊക്കെ മാറും. ഓക്കെ, ഓക്കെ സാറേ. അതൊന്നും പ്രശ്നം കൊണ്ടൊന്നും ഇനിയിപ്പോ ഇത് വല്ല പ്രശ്നം കൊണ്ടാവുന്നോ? അപ്പൊ മിസ്റ്റർ നെഗറ്റീവിന് അധികാരം കൊടുത്തു. പിന്നെ മിസ്റ്റർ നെഗറ്റീവ് തീരുമാനമാക്കിക്കോളും. പിന്നെ ഇങ്ങനെ വന്ന് ഒരു നരകാവസ്ഥയിൽ നമ്മൾ പോകും. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ ബിജുവാണ്. ഞാൻ പാലക്കാട് ആ, സാർ. ഞാൻ മണി മത്സരത്തിൽ കഴിഞ്ഞ് ഞാൻ തിരുവനന്തപുരത്ത് പങ്കെടുത്തു. എനിക്ക് സാർ നമുക്ക് EFT മറ്റേ ലൈവായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും സാർ? തീർച്ചയായിട്ടും സാർ. ലൈവിന് ജനുവരി വരുന്നുണ്ട്. ഓക്കെ സാർ, ഞാൻ ഫെബ്രുവരി പങ്കെടുത്തു. നിർബന്ധമായിരുന്നു ഞാനിപ്പോ സാറ് 8 പ്രൊഫഷണൽ പങ്കെടുക്കും. ഞാൻ മാസം പറയുന്നത് ബിജുമോൻ സാർ, ഐ തിങ്ക് ഐ കൈൻഡ്ലി അഡ്വൈസ് യു, നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിൽ എനിക്ക് ട്രഷറിൽ പങ്കെടുക്കണം, ആഗ്രഹത്തിനപ്പുറം ഒരു വിശ്വാസം ഡെവലപ്പ് ചെയ്ത് ട്രഷറിൽ പങ്കെടുത്തോളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് EFT ബേസ്, അഡ്വാൻസ്, മാസ്റ്റർ എല്ലാം കിട്ടും. ഒരു പുതിയ പുനർജന്മം കിട്ടും. മനസ്സിലായോ? നമുക്ക് എന്തെങ്കിലും ഒരു അത്യാഹിതം സംബന്ധിച്ചാൽ ലക്ഷക്കണക്കിന് രൂപ ചിലവാണ് ചിലപ്പോൾ നമുക്ക്. അപ്പൊ എങ്ങനെയെങ്കിലും ക്യാഷ് ഉണ്ടാക്കും. പക്ഷെ നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ മനസ്സിന്റെ റീ എഞ്ചിനീയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചിലവഴിക്കാൻ നമുക്ക് അറിയില്ല. നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല. അതല്ലേ സത്യം. നാരായണ സാറ് പോയോ? നമുക്ക് വേണ്ടി ചെലവഴിക്കാനുള്ള ഒരു സംഭവത്തെ കുറിച്ച് നമുക്ക് അറിയില്ല. ഇതല്ലേ സത്യം? അതാണ് സത്യം. നമുക്ക് വേണ്ടി ചെലവാക്കാൻ ചെലവഴിക്കും. ഒരു ഫ്രിഡ്ജ് വേണം. എന്താ ഫ്രിഡ്ജ് എന്താ വില? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു 80,000 90,000 പോട്ടേക്കുണ്ട്. ഒരു TV വാങ്ങും 45, എത്ര ഒരു 50,000. ലെറ്റ് ഇറ്റ് പർച്ചേസ്, നോ ഇഷ്യൂ. ഒരു കാറ് വേണം. ശരി, കാറ് വാങ്ങി നമ്മൾ അതിന്റെ ഫാൻസി നമ്പർ വേണം, 50,000 രൂപ. ഓക്കെ, ഒരു 2000 മണി സെറ്റ് പ്രോഗ്രാമിന് ചെലവാക്കൂല. യെസ്, ഒരു 2000 രൂപ മണി മാൻ സെറ്റിന് വേണ്ടിയിട്ട് ചെലവഴിക്കണം, നമുക്ക് വേണ്ടി ചെലവഴിക്കണം പറഞ്ഞാൽ അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നറിയോ? ഒരു തരം ഇറിറ്റേഷൻ വരും. നമുക്കൊരു ടൂർ പോകണം, നമ്മൾ 5,000 10,000 ഒക്കെ ചെലവഴിക്കും. ഒരു ചുരിദാർ വാങ്ങണം, 2,000 3,000 ഒക്കെ ചെലവഴിക്കും. പക്ഷെ നമുക്ക് അസംഖ്യം ചുരിദാർ വാങ്ങാനും ലോകത്തെവിടെ പോകാനും നമ്മുടെ ഉള്ളിലെ സെറ്റിംഗ് പോയിന്റ് മാറ്റാൻ സഹായിക്കുന്ന, നമ്മളെ റിപ്പയർ ചെയ്യുന്ന ഇങ്ങനെ സംഭവം ഉണ്ട് എന്നതിനെ കുറിച്ച് ആർക്കും ഒരു വിവരമില്ല. ഇതാണ് സത്യം. അതില്ലേ സത്യം? അതാണ് സത്യം. സാധാരണക്കാരിലും സാധാരണക്കാരായ ആൾക്കാർ കാണും. നാരായണ സാറിനെ പോലെ ദുബായിലും ഒക്കെ ഉള്ള ആൾക്കാരല്ല. അതുകൊണ്ടാണ് അവരൊക്കെ അത് ചോദിക്കുന്നത്. അങ്ങനെയല്ല എക്കിമാബി. അത് ആ ഒരു ചിന്ത നമ്മൾ മാറ്റണം. സാധാരണക്കാര് നമ്മളെ വാല്യൂ, ഞാൻ പറയുന്നത് ഈ മണി മൈൻഡ് സെറ്റിൽ 2,000 രൂപ മുടക്കാൻ കഴിയാത്ത ആൾക്കാർ ആരെങ്കിലും ഇന്ന് കേരളത്തിൽ ജീവിക്കുന്നുണ്ടാവും? ശരി തന്നെ. ഞാൻ അതാ പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് അത് മാത്രമാണ്. ഒരു 2,000 രൂപ, ഒരു 2,000 റുപ്പീസ് മുടക്കിയിട്ട് എന്താണ് ഈ സത്യം എന്ന് തിരിച്ചറിയാൻ വേണ്ടി അവനവന്റെ ഉള്ളോട്ടൊന്ന് നോക്കാൻ വേണ്ടി എന്താ പറയാ, ഒന്ന് മെനക്കെടാൻ പറ്റാത്തവരായിട്ട് ആരുമില്ല. അധികം ആൾക്കാരും അവരുടെ ഉള്ളിലെ മിസ്റ്റർ നെഗറ്റീവിന് അധികാരം ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, ശരി, വളരെ വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും കണ്ടുമുട്ടാം. അതുപോലെ ഇന്ന് രാവിലെ എനിക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല, രാവിലത്തെ സെഷനിൽ. പക്ഷെ നിങ്ങൾക്ക് എന്തോ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടെന്ന് സാറ് പറഞ്ഞു. അപ്പോൾ നാളെ രാവിലെ ഞാൻ ഉണ്ടാവും. രാവിലെ എല്ലാവരും അതിൽ പങ്കെടുക്കുക. അതുപോലെ സാറേ, ഈ മണി മൈൻഡ് സെറ്റിന്റെ ആ ഒരു ഇതൊന്നും ഇതിൽ അയച്ചു കൊടുത്തോളൂ. പറ്റുന്ന ആൾക്കാർ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോട്ടെ. സാധ്യതയുണ്ടോ? നമുക്ക് സെക്ഷൻ ഒരു ഹരമുള്ളൂ. സാറില്ലെങ്കിൽ പിന്നെ ഒരു മരണ വിടുപോലെ ആയിരുന്നു. അരമണിക്കൂർ ക്ലാസ് ഉണ്ടായിരുന്നു, സെഷൻ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എന്നാലും സാറ് ഉള്ളപ്പോ ഉള്ളത് പോലുള്ള ഒരു ഇതൊന്നും ഇല്ല. ഞങ്ങള് കണ്ണുടച്ചിരുന്നു. ഞാൻ ഇന്നൊരു യാത്രയിലായിരുന്നു. പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. കുഴപ്പമില്ല സാർ, നാളെ രാവിലെ ഞാനുണ്ടാവും. ലിങ്ക് കിട്ടിയില്ല. കുഴപ്പമില്ല. സാറേ, കാര്യം കയറി കേൾക്കാമോ? ബദറുദ്ദീൻ സാർ,
ആ ലിങ്ക് ഒന്ന് അയച്ചു കൊടുത്തോളൂ. നമ്മുടെ മണി മൈൻഡ് സെറ്റിന്റെ ലിങ്ക് ഒന്ന് ഇതിൽ അയച്ചു കൊടുത്തോളൂ. പങ്കെടുക്കുന്നവരൊക്കെ ഒന്ന് പങ്കെടുക്കട്ടെ കേട്ടോ. ഈ രൂപത്തിലുള്ള അവസരങ്ങളൊക്കെ ലഭിക്കുമ്പോഴാണ് നമ്മൾ അധികാരം മാറ്റണം, അധികാര കൈമാറ്റം നടത്തണം. നമ്മൾ മിസ്റ്റർ നെഗറ്റീവിനെ പാലും തേനും കൊടുത്തിട്ട് ഇങ്ങനെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ നെഗറ്റീവായി ചിന്തിക്കുന്നത് കൊണ്ടാണ് കുടുംബം തകരുന്നത്, സമ്പത്ത് പോകുന്നത്, എല്ലാ പ്രശ്നവും ഉണ്ടാകുന്നത്. മൂർച്ചയുള്ള വാളാണ് ഈ നെഗറ്റീവ് ചിന്ത. പോസിറ്റീവ് മൂർച്ചയുള്ള വാളാകുന്നു. നെഗറ്റീവ് ചിന്ത കൊണ്ട് മോശമായത് കൊയ്യും, പോസിറ്റീവ് കൊണ്ട് നല്ലത് കൊയ്യും. സാറേ, ഞാൻ ഇതിന്റെ ഇടയിൽ കൂടെ ഒരു കാര്യം ചോദിച്ചോട്ടെ സാർ. ഈ നമ്മൾ EFT ചെയ്യുമ്പം പിന്നെ ഫിസിക്കൽ ഇതേ വേദന ഉള്ളത് ചെയ്യുമ്പം ഒരു കാര്യം ഇത് ഒരു തീർത്തും സൗജന്യമായിട്ട് ഒരു പബ്ലിക് ആയിട്ടുള്ള പ്രോഗ്രാം ആകുന്നു. നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യം നമ്മുടെ EFTയുടെ ഗ്രൂപ്പിൽ ചോദിച്ചാൽ അതെ ഞാൻ ഓർത്തത്. എന്നാ ആയിക്കോട്ടെ സാർ. ശരി, വളരെ സന്തോഷം. ശരി, അപ്പൊ സാർ അതിൽ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, അതെല്ലാവരും അതിൽ ജോയിൻ ചെയ്യാം. അപ്പോ നമുക്ക് നാളെ വീണ്ടും കണ്ടുമുട്ടാം. ഇതിന്റെ ബാക്കി എങ്ങനെ നമുക്ക് പോസിറ്റിവിറ്റിയെ നിലനിർത്താം. അഷ്റഫ് ദുബായ് എന്ത് പറയുന്നു? അഷ്റഫ് ദുബായ്, അഷ്റഫ് ദുബായ്, ക്യാൻ യു ഹിയർ? കേൾക്കാമോ? അഷ്റഫ് സാർ, എനിക്ക് തോന്നുന്നു ഇലക്ഷനെ തിരക്കിലാന്ന് തോന്നുന്നു അല്ലേ? യെസ് സർ, ഞാൻ ഇവിടെ ഉണ്ട്. എല്ലാം കേൾക്കുന്നുണ്ട്. കാര്യങ്ങൾ അൽഹംദുലില്ലാ എല്ലാം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് റാഹത്തായിട്ട്. ശരി ശരി ശരി. ട്രഷറിലൊക്കെ പങ്കെടുത്തിട്ട് എങ്ങനെയുണ്ട്? എങ്ങനെ? ട്രഷറിലൊക്കെ പങ്കെടുത്തതിന് ശേഷം എങ്ങനെയുണ്ട്? നല്ല നല്ല മനസ്സും കാര്യങ്ങളൊക്കെ നല്ല ഇതിലാണ് വരുന്നത്. ഇനി ബാക്കി കാര്യങ്ങൾ അവിടെ പോയിട്ട് ഇൻഷാ അല്ലാഹ് റെഡി ആവും. ഓക്കെ ഓക്കെ. നിങ്ങൾ അധികാരം മിസ്റ്റർ പോസിറ്റീവിന് കൊടുക്കുക കേട്ടോ. യെസ് യെസ്. കുറെ കാലം മിസ്റ്റർ നെഗറ്റീവിനെ പാലും തേനും കൊടുത്ത് വളർത്തിയില്ലേ? എങ്ങനെ? കുറെ കാലം നമ്മുടെ ഉള്ളിലുള്ള മിസ്റ്റർ നെഗറ്റീവിനെ പാലും തേനും കൊടുത്ത് വളർത്തി ശക്തിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ലേ? അതായത് സാറ് മുമ്പ് പറഞ്ഞ വെട്ടും കുത്തു തന്നെയായിരുന്നു. അവരൊന്നുമില്ല. കൊടുക്കാൻ പോവുക. എന്താ പറഞ്ഞ മനസ്സിലായില്ല. അതായത് കേൾക്കുന്നില്ല, ചെവി കേൾക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് സാറിന്റെ ക്യാമറ നെറ്റ് അത്ര പവറില്ലാന്ന് തോന്നുന്നു. കുറച്ച് കുറവുണ്ട്. അതിന്റെ അല്ല, വൈഫ് പറയണേ നിങ്ങൾ സംസാരിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പുതിയ ആളുകളാണ് ഇതിലിപ്പോ സംസാരിക്കുന്നത്, അവർ സംസാരിക്കട്ടെ എന്നും പറഞ്ഞു. ഭാര്യന്റെ സ്വഭാവമൊക്കെ നല്ല മാറിയില്ലേ സാർ? ഇതെവിടെ ഉണ്ട്? ഓക്കെ ഓക്കെ. സന്തോഷം സന്തോഷം സന്തോഷം. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ ഏതായാലും വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ. ഗുഡ് നൈറ്റ്. വെരി വെരി ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. Thank you, sir. Good night. Thank you, sir. Thank you, sir.